എല്ലാവർക്കും നമസ്കാരം. ഇഗ്നൈറ്റിൻ്റെ വേദിയിൽ മൂന്നാമത്തെ ഒരു പ്രസൻറ്റേഷനാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് തവണ വ്യത്യസ്തമായിട്ടുള്ള പ്രസൻറ്റേഷനാണ് ഇത്തവണ ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ വേര് എന്നാണ് ഇതിന് പേര് നൽകിയത്. അപ്പോൾ ഇതിൽ ഈ പേര് ചിലപ്പോൾ നമ്മളെ പല ആളുകളെയും പല തരത്തിലുള്ള ചിന്തകളിലേക്കായിരിക്കും കൊണ്ടുപോകും. വേരുകൾ എന്ന് പറയുന്നത് നമ്മളുടെ പാരമ്പര്യം, പഴമ, നമ്മൾ പിന്തുടർന്നു വരുന്ന ചില സംസ്കാരം എന്നതിൻ്റെയൊക്കെ ഒരു സൂചനയായിട്ടാണ് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റൂട്ട്സ്, ഇന്ത്യൻ വേര് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചിട്ടുള്ള ഗ്രൂപ്പുകളുടെ ചർച്ചകളിലേക്ക് പോകും. ചിലപ്പോൾ ഇന്ത്യൻ ചികിത്സാ രീതികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളിലേക്ക് പോകും. ചിലപ്പോഴത് ഇന്ത്യയുടെ മിത്തോളജി, ഇന്ത്യയെ ഈ പാമ്പുകളെയും മരങ്ങളെയും മണ്ണിനെയും സൂര്യനെയും ഒക്കെ ആരാധിക്കുന്ന ഒരു ഐതിഹ്യങ്ങളുടെ ഇതിലേക്ക് പോകും. അവിടെ നമ്മുടെ ചുറ്റും കാണുന്ന ജീവികളൊക്കെ വേറെ ചില രൂപം പ്രാപിക്കുകയും സംഭ്രമജനകമായിട്ടുള്ള ഒരു ലോകത്തേക്ക് അത് നമ്മളെ നയിക്കുകയും ചെയ്യും. ഈ ഒരു സങ്കല്പം ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ആ ഒരു വിഷയത്തിലേക്ക് എത്തുന്നതിൻ്റെ കാരണം ദേശീയ തലത്തിൽ നടന്ന വിദ്യാഭ്യാസം സംബന്ധിച്ച ഒരു പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്ന, ദേശീയ തലത്തിൽ നേതൃത്വം നൽകുന്ന ആളുകൾ സംസാരിച്ചത് മുഴുവൻ എങ്ങനെയാണ് കൊളോണിയൽ ആയിട്ടുള്ള ഒരു അധിനിവേശത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഭൂതകാല പാരമ്പര്യത്തിലേക്ക് നമ്മളുടെ പുതിയ തലമുറകളുടെ ആശയധാരകളെ കൈതിരിച്ചു വിടേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അഭിമാനത്തെ എങ്ങനെയാണ് വീണ്ടെടുക്കേണ്ടത്. അപ്പം അതിന് പലരും പല ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരാൾ പറഞ്ഞ ഉദാഹരണം പഴയ ക്ഷേത്രങ്ങൾ നോക്കും. 10, 11, 12 നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ആർക്കിടെക്ചറായിട്ടുള്ള വിസ്മയം, അതിലുപയോഗിച്ചിട്ടുള്ള ഗണിതശാസ്ത്രപരമായിട്ടുള്ള സംഗതികൾ, അത് പ്രതിനിധാനം ചെയ്യുന്ന പാരസ്പര്യത്തിൻ്റെയും അഹിംസയുടെയും സഹകരണത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള അന്തരീക്ഷം, ഇതൊക്കെ നോക്കൂ. ഞാൻ ഇപ്പോഴുള്ള ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വന്ന എഞ്ചിനീയർമാരെ എല്ലാം വെല്ലുവിളിക്കുന്നു. പഴയ കാലത്തെ പോലുള്ള ഒരു തഞ്ചാവൂരിലെ കാണുന്ന പോലത്തെ ഒരു ക്ഷേത്രത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? കേട്ടിരുന്നപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു പന്തികേടുള്ളതുപോലെ എനിക്ക് തോന്നി. എന്തുകൊണ്ടോ ഡൽഹിയിലാണ് നടക്കുന്നതെങ്കിലും കുത്തബ് മീനാർ പോലെയുള്ള ഉദാഹരണങ്ങൾ അധികം പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ ഒരു നഷ്ടപ്പെട്ടു പോയ കാലത്തെക്കുറിച്ചുള്ള അഭിമാനബോധം ഉണ്ടാക്കിയെടുക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മളെ മുന്നോട്ടാണോ പിന്നോട്ടാണോ നടത്തുക എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായ കുറച്ച് ആലോചനയിലേക്ക് ആ യാത്രയിൽ ഞാൻ വീണുപോയത്. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് 2019 ശേഷമുള്ള ഒരു 4-5 വർഷം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഈ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് നോക്കി കാണേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരികയും അതിന് ഈ ഒരു വേദി ഇവിടെയാണ് കിട്ടിയത്. ഇവിടെ ഇത് പറയാം എന്ന് വിചാരിക്കുകയുമാണ് ചെയ്യുന്നത്. കുറച്ചധികം പരന്നുപോയ 2 തരത്തിലാണ് ഞാൻ ഈ പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് 2019-20 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ദേശീയ തലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഒന്ന് രേഖീയമായിട്ട് പരിശോധിക്കാൻ ആണ് ശ്രമിക്കുന്നത് ആദ്യ ഭാഗത്ത്. രണ്ടാം ഭാഗത്ത് ഈ കാലയളവിൽ തന്നെ ഇത്തരം ആശയങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഒന്ന് ക്രോസ് സെക്ഷനായിട്ട്, അപ്പോൾ ഒന്ന് രേഖീയമായിട്ടാണെങ്കിൽ ഒന്ന് ഒരു പരന്ന പരിശോധനയാണ്. രണ്ടും നയിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ദിശ, ഉന്മുഖത്വം എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവിൽ രൂപീകരിക്കപ്പെടേണ്ട ആശയങ്ങളിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ അവതരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യൻ വേര് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു അഭിമാനബോധത്തെ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്രതിഫലിക്കുക എന്നുള്ള അന്വേഷണമാണ് ഈ അവതരണത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇത് കഥ തുടങ്ങുന്നത് 2019-ലാണ്. 2019-ലാണ് പുതിയൊരു ദേശീയ വിദ്യാഭ്യാസ നയം
ഡ്രാഫ്റ്റ് രൂപത്തിൽ പുറത്തു വരുന്നു. ഇപ്പോഴും വരുന്ന രേഖകളിലെല്ലാം ഈ 2005 NCFE പറഞ്ഞതിനപ്പുറത്തുള്ള പുരോഗമന ആശയങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. ഏകദേശം അതിൻ്റെ തന്നെ പലതരത്തിലുള്ള മാറ്റിയെഴുത്തുകളും തിരുത്തിയെഴുത്തുകളും കൂട്ടിച്ചേർക്കലും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ ഈ വിദ്യാഭ്യാസ രേഖകളെല്ലാം തന്നെ എങ്ങനെയാണ് നമ്മളുടെ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാവുകയും ഇത് വായിച്ചു പോകുന്ന ആളുകൾക്കെല്ലാം, വിദ്യാഭ്യാസ പ്രവർത്തകർക്കെല്ലാം അത് വലിയ ആവേശം പകരുകയും ഒക്കെ ചെയ്യുന്ന ഒന്നായിരുന്നു. ഈ രേഖകളെ സംബന്ധിച്ചൊന്നും ഒരു തരത്തിലുള്ള തർക്കവും ഒരു കാലത്തും എവിടെയും ഉണ്ടായതായിട്ട് നമ്മൾ കേട്ടിട്ടേയില്ല. എന്നാൽ ഇതിന് തികച്ചും വിരുദ്ധമായൊരു സംഗതിയാണ് പിന്നീട് നടക്കുന്നത്. പുതിയൊരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത് 2015 അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അന്നത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന TSR സുബ്രഹ്മണ്യത്തെയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. 2 വർഷത്തേക്ക് പിന്നെ അനക്കമൊന്നും കേട്ടില്ല. 2017 ഇതിന്റെ ഡ്രാഫ്റ്റ് പുറത്തു വരുന്നു എന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ഡ്രാഫ്റ്റ് പുറത്തു വിട്ടില്ല. എന്തൊക്കെയോ ചില തർക്കങ്ങളൊക്കെ നടന്നതായിട്ട് പറയുന്നു. അങ്ങനെയാണ് ഗവൺമെന്റ് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ ഉടൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരാൾ കസ്തൂരി രംഗനായിരുന്നു. അങ്ങനെ കസ്തൂരി രംഗൻ എന്ന് പറയുന്ന ഒരു ടെക്നോക്രാറ്റിന്, ഒരു ബ്യൂറോക്രാറ്റ് തുടങ്ങി വെച്ച സംരംഭം ഒരു ടെക്നോക്രാറ്റിലൂടെ പൂർത്തീകരിക്കുന്നതാണ് നമ്മൾ ഇതിനെ കണ്ടത്. അങ്ങനെ കസ്തൂരി രംഗനാണ് ഈ വിദ്യാഭ്യാസ നയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഒരു ഡ്രാഫ്റ്റാണ് 2019 പുറത്തു വരുന്നത്. ഡ്രാഫ്റ്റ് പുറത്തു വിട്ടപ്പോൾ അത് 484 പേജുള്ള ഒരു ബൃഹത് രേഖയായിരുന്നു. ഇത് പുറത്തു വന്നുള്ളൊരു വലിയ കോലാഹലങ്ങളും ചർച്ചകളും സംവാദങ്ങളും രാജ്യത്തുടനീളം ഉണ്ടായി. കേരളത്തിലും ഒരുപാട് തരത്തിലുള്ള തർക്ക സംവാദങ്ങൾ നടന്നു. അത് പലപ്പോഴും അതിൻ്റെ ഒരു ആദ്യ പേജിൽ നിന്ന് ഈ സംവാദം തുടങ്ങി. ഈ രേഖ മുന്നോട്ട് വെച്ച ഒരു വിഷൻ തന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമായി. അത് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2019 എൻവിഷൻസ് ആൻഡ് ഇന്ത്യ സെന്റേഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളൊരു വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അത് വലിയ തർക്കത്തിലേക്ക് പോയി. കാരണം അതിനകത്ത് പറയുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ആളുകൾക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. ഒരു ഇന്ത്യ സെന്റേഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കുന്നു, ഇക്വിറ്റബിൾ വൈബ്രന്റ് സൊസൈറ്റി ഉണ്ടാക്കുന്നു, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എല്ലാവരും കൊടുക്കുന്നു തുടങ്ങിയ നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ അതിൻ്റെ ഒരു 70-മുക്കാൽ പങ്കും വളരെ പുരോഗമനമായ നേരത്തെ പറഞ്ഞ പോലെയുള്ള കോത്താരി കമ്മീഷനിലും NCFലും ഒക്കെ പറഞ്ഞിട്ടുള്ള ലോകമെമ്പാടും നടന്നിട്ടുള്ള റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മൂവ്മെന്റുകളെ, മനുഷ്യന്റെ അവകാശം സംബന്ധിച്ചുള്ള മൂവ്മെന്റുകളൊക്കെ അംഗീകരിക്കുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഒരു കാൽസമാണ് അല്ലെങ്കിൽ ഒരു കഴഞ്ച് ഇതിനകത്തൊരു ഇന്ത്യ സെന്റേഡ്നെസ് വന്നു. അപ്പോൾ വലിയ തർക്കമായി. എന്താണ് ഇന്ത്യ സെന്റേഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏത് ഇന്ത്യയാണ്, ആരുടെ ഇന്ത്യയാണെന്നുള്ള പ്രശ്നം വന്നു. കാരണം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇന്ന് നമ്മൾ വരച്ചുണ്ടാക്കുന്ന പോലെയുള്ള ഒരു സംഗതി ആയിരുന്നില്ല. അപ്പോൾ ഗുപ്ത കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് കാണാൻ കഴിയുന്നത്. അതിൽ മാറ്റം വരാത്തത് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയാണ്. ബാക്കി ഇന്ത്യയുടെ പ്രദേശങ്ങളിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കാലത്ത് ഇന്ത്യയാണ്, ഏത് ഭൂപ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയാണ്, ഏത് സംസ്കാരത്തെ ആണ് ഈ ഇത്രയും വൈവിധ്യമാർന്ന തരത്തിലുള്ള ജനങ്ങൾ ജീവിക്കുന്നത്, ഏത് ഇന്ത്യയാണ് നിങ്ങൾ സെൻറ്റർ ചെയ്യാൻ? ആ ഒരു സിസ്റ്റം തന്നെ, ഒരു വിദ്യാഭ്യാസ പദ്ധതി ആകെ ഇന്ത്യയെ കേന്ദ്രീകരിക്കുന്നതാകുമ്പോൾ ഈ ഉദ്ദേശിക്കുന്ന ഇന്ത്യ എന്താണെന്നുള്ള കാര്യത്തിൽ തർക്കായി. അപ്പോൾ അത് വായിച്ച് പോകുന്ന സമയത്ത് പല സൂചനകൾ ആളുകൾക്ക് കിട്ടാൻ തുടങ്ങി. കാരണം അതിനകത്ത് സംസ്കൃതം ഒരു വലിയ പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പറയുന്നു. ഇന്ന് ആളുകൾ ഉപയോഗിക്കാത്ത തരത്തിലുള്ള പല ഭാഷകളെയും വീണ്ടും നമ്മൾ ഉദ്ധരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അത് കണ്ടപ്പോഴേക്കും ഏറ്റവും വലിയ ആദ്യത്തെ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു. അവർ ഭാഷാ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ പ്രസിദ്ധരായ ആളുകളാണ് തമിഴ്നാട്ടുകാർ. അവർ ഈ സംസ്കൃത ഭാഷയുടെ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ നീക്കണമെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിന് ഒരു എന്താ പറയുക റിസൾട്ട് ഉണ്ടായി, ഫലമുണ്ടായി. അങ്ങനെ പറഞ്ഞ ചില വാചകങ്ങൾ ഉടൻ തന്നെ അതിൽ നിന്ന് നീക്കി. പിന്നീട് അങ്ങോട്ട് തർക്കങ്ങൾ നടക്കുന്നു, ചിലത് നീക്കുന്നു, ചില രേഖകൾ പുറത്ത് നടക്കുന്നു. അങ്ങനെ പിന്നെ ഈ രേഖകളുടെ തിരുത്തലുകളും കുറെ പുറത്തു വരലൊക്കെ വരുന്നു. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലത് വന്നെന്ന് പറയുന്നു, ചില സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നു. എന്താ നടക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയുടെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു പാരമ്പര്യം നോക്കിയാൽ നമുക്കറിയാം. ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി തന്നെ നാസ്തിക പാരമ്പര്യം പിന്തുടരുന്ന സ്കൂളുകളുണ്ട്. നമ്മളെ ബുദ്ധിസം, ജൈനിസം, ചാർവാകം, അജീവിക എന്നതുപോലെ വേദ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നതേ അല്ല. ഇനി വേദ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നത് തന്നെയാണെങ്കിൽ അതിനകത്ത് റിച്വൽസിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ആകപ്പാടെ ഈ മീമാംസ മാത്രമേ ഉള്ളൂ. ബാക്കി ഈ സാഖ്യ, യോഗ, ന്യായ, വൈശേഷിക മുതൽ പൂർവ്വ മീമാംസ വരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള ചിന്തകൾ അധിഷ്ഠിതമായിട്ടുണ്ടായതാണ്. അവിടെ നിന്നും നമ്മൾ ഈ ഇന്ത്യ സെൻറ്റേഡ്നെസ് എന്ന് പറയുന്നതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത് ഡ്രാഫ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അവിടെ പറയുന്നില്ല.
വേദകാലത്തെക്കുറിച്ചിട്ട് പറയുന്നു. ചില പേരുകൾ, പാണിനി, പതഞ്ജലി തുടങ്ങിയ പേരുകൾ കാണുന്നു. സംസ്കൃതം, പാലി, പ്രാകൃത് തുടങ്ങിയ ഭാഷകളെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ ഉദ്ദേശിക്കുന്ന ഇന്ത്യ ഈ ആധുനിക ഇന്ത്യ ഒന്നും അല്ല, ഏകദേശം ഒരു നമ്മൾ പറയുന്ന വേദകാലത്തെ ഇന്ത്യയാണ് എന്ന് അതിൽ നിന്ന് സൂചനകളിൽ നിന്നും ആളുകൾക്ക് മനസ്സിലായി. എന്നാലും ഇതിങ്ങനെയുള്ള ചർച്ചകൾക്ക് ശേഷം 2 ലക്ഷത്തിലധികം നിർദ്ദേശങ്ങൾ കിട്ടിയെന്നാണ് പറയുന്നത്. ആ നിർദ്ദേശങ്ങൾ എപ്രകാരം എന്തടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചു എന്നുള്ളതിനെ കുറിച്ച് വിവരമൊന്നുമില്ല. എങ്കിലും 2020 ആയപ്പോൾ 2020 ജൂൺ 29-ാം തീയതി ഒരു പത്രസമ്മേളനത്തിലൂടെ ഇന്ത്യയുടെ പുതിയ പോളിസി ദേശീയ സർക്കാർ പുറത്തുവിടുകയാണ് ചെയ്തത്. ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ഇത് പുറത്തു വന്ന് ശരിയായില്ല എന്നുള്ള പേരിലുള്ള കുറച്ച് പ്രതിഷേധമൊക്കെ നടന്നു. ഇതിൽ പറയുന്ന ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ടാണ് ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയത്. ഒരു ഭാഗത്ത് കുട്ടിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുന്നു, വേറൊരു ഭാഗത്ത് സംസ്കൃതത്തിന്റെയും പാണിനിയെയും പ്രകൃതിയെയും കുറിച്ച് പറയുന്നു. ഒരു സ്ഥലത്ത് ആധുനികവൽക്കരണത്തിന്റെ സാധ്യതകൾ, നമുക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കേണ്ടതിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ മറുഭാഗത്ത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പഴയ സംസ്കാരത്തെ തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഒരു ഭാഗത്ത് ടീച്ചേഴ്സിനെ, അധ്യാപകരുടെ പ്രൊഫഷണലിസത്തെ കുറിച്ച് പറയുമ്പോൾ മറുഭാഗത്ത് അക്ഷരാഭ്യാസം ഇനി പഠിക്കാൻ പറ്റാതെ പോയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പഠനത്തിൽ പിന്നാക്കമായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത, പട്ടാളത്തിൽ നിന്നൊക്കെ പിരിഞ്ഞു വന്ന ആളുകളെയും ഫിലാന്ത്രോഫിക് ആയിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിൽ പറയുന്നതിൻ്റെ വേറൊരു വശം നോക്കുമ്പോൾ നിറയെ കോൺട്രഡിക്ഷൻസ് ഉള്ള ഒന്നായിട്ടാണ് ഇത് വായിക്കപ്പെട്ടത് പിന്നീട്. പക്ഷേ എന്നാലും ഇത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു രേഖയായിട്ടും ചർച്ച ചെയ്യപ്പെടും. കാരണം ഇതുവരെ വിദ്യാഭ്യാസത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ മഹത്തായ ആശയങ്ങളും ഈ ഡോക്യുമെന്റിൽ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഈ പറയുന്നിട്ടുള്ള ഇക്വിറ്റിയെ കുറിച്ചിട്ടുള്ള, കോത്താരി കമ്മീഷൻ പറഞ്ഞ ഗവേണൻസിനെ കുറിച്ചിട്ടുള്ള, ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് എല്ലാം പറയുന്നുണ്ട്. 48-ലെ UN ഡിക്ലറേഷന് ശേഷം അവർ പറയുന്ന ആശയങ്ങളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഏറ്റവും ആധുനികമായ സങ്കല്പങ്ങൾ മുഴുവൻ നിറച്ചിട്ടുണ്ട്. എന്നാൽ എവിടെയായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഇതിന് നേർ വിപരീതമായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമന്വയമായിട്ടുള്ള രേഖയായിട്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ വന്നത്. വളരെ നീറ്റ്ലി റിട്ടേൺ ആണ്, എന്നാൽ ഈക്വലി സെൽഫ് കോൺട്രഡിക്ടറി ആണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്തരത്തിലൊരു രേഖ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഈ ചരിത്രത്തിൽ, അതുകൊണ്ടാണ് ചരിത്രം കൂടി ഓർമ്മിപ്പിച്ച്, ചരിത്രത്തിലുള്ള ഏത് രേഖ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ മെക്കാളെ മിനിറ്റ്സൊക്കെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവിടെ വൈദേശിക ആധിപത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം വ്യാപിപ്പിച്ചപ്പോഴാണ്. പക്ഷേ സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഇന്ത്യയുടെ ഒരു ഭാവിയെ സംബന്ധിച്ചുള്ള ചർച്ചകളിലോ സംവാദങ്ങളിലോ ഇത്തരം രേഖകളിലോ ഇങ്ങനെയുള്ള ഒരു കോൺട്രഡിക്ഷൻസ്, പരസ്പര വിരുദ്ധത കടന്നു വന്നായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി കഴിയില്ല. കോൺട്രഡിക്ഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്നാണ് ഇതിനെ നിരീക്ഷിച്ചത്. കാരണം എന്താണ്, ഈ രേഖ മുന്നോട്ട് വെച്ചവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹിന്ദുത്വ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, അത്തരത്തിൽ വർഗീയതയുടെയും അത്തരത്തിൽ ആളുകളെ ഭിന്നിപ്പിച്ചും ഒക്കെ ഉള്ള വോട്ട് രാഷ്ട്രീയം കടുക്കുന്ന ഒരു ഗവൺമെന്റ്, അത് മുന്നോട്ട് വെക്കുന്ന ഒരു വിദ്യാഭ്യാസ നയം സ്വാഭാവികമായിട്ടും ഇത്തരം കോൺട്രഡിക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ളത് ആളുകൾ പറഞ്ഞു. മാത്രമല്ല നമുക്കറിയാം 90-കൾക്ക് ശേഷം ഇന്ത്യയുടെ ഇക്കോണമിയിൽ വന്നിട്ടുള്ള മാറ്റം സ്വാഭാവികമായിട്ടും അത് അവിടെ നിന്നുണ്ടാകുന്ന എല്ലാ രേഖകളും പ്രതിഫലിച്ചേ പറ്റൂ. കാരണം ആഗോളീകരണത്തിന്റെയും ഉദാരവൽക്കരണ നയങ്ങളുടെയും ഭാഗമായിട്ട് നമ്മളുടെ സാമ്പത്തിക നയത്തിൽ ഉണ്ടായ മാറ്റത്തിന്റെ തുടർച്ച എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന രേഖകളിലും കാണും. അപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു മാർക്കറ്റിന്റെ ഒരു യുക്തി ഇതിൽ പലയിടത്തായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ലോ ഇൻപുട്ട് ആൻഡ് ഹൈ ഔട്ട്പുട്ട് എന്നൊക്കെയുള്ള തരത്തിൽ വളരെ കുറച്ച് മാത്രം മുതൽ മുടക്കുകയും കൂടുതൽ നേട്ടമുണ്ടാക്കുകയും ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുന്നത് മാർക്കറ്റിന്റെ യുക്തി അനുസരിച്ചിട്ടുള്ള വാചകങ്ങളും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ 90-കൾക്ക് ശേഷം ഇത് പതിയെ ആരംഭിച്ചു. അത്തരത്തിൽ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള വശം ഇപ്പൊ കൂടുതൽ വ്യക്തമായി വന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ചിലപ്പോൾ അല്പം വർഗീയതയും അല്പം സാംസ്കാരിക ദേശീയതയും തരാതരം പോലെ അവിടെ കൂട്ടിച്ചേർത്ത് കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഒരു സങ്കീർണ രേഖ എന്നുള്ള നിലയിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമായി. പ്രത്യേകിച്ചും ഇത് കോർപ്പറേറ്റൈസേഷനെയും ബ്യൂറോക്രാറ്റൈസേഷനെയും സെൻട്രലൈസേഷനെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഒരു ചർച്ച വ്യാപകമായിട്ട് നടന്നു. കാരണം നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റിലാണ് ഇന്ന് വിദ്യാഭ്യാസം ഉള്ളത്. വേണമെങ്കിൽ ചില നയങ്ങളൊക്കെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. അങ്ങനെയുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളം പോലുള്ള സംസ്ഥാനം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്തത്ര വലിയ നേട്ടത്തിലേക്ക് മാറിയത്. പക്ഷേ ഒരേ
പ്രശ്നത്തിൽ കേന്ദ്രം ഒരു നിലപാട്, സംസ്ഥാനം ഒരു നിലപാട് എടുത്താൽ കേന്ദ്രത്തിന്റെ നിലപാടിനായിരിക്കും പ്രാമുഖ്യം കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും അല്ലാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനും പദ്ധതികൾ ഉണ്ടാക്കാനും നയം രൂപീകരിക്കാനും പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കാനും പാഠ്യപദ്ധതി ഉണ്ടാക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു രീതിയിലാണ് കേരളം മുന്നോട്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കേന്ദ്രാവിഷ്കൃതമാകുന്ന പല പദ്ധതികളും കേരളത്തിന് അനുയോജ്യമായിരിക്കില്ല. കാരണം നമ്മളിവിടെ ഏകദേശം 100% റിട്ടൻഷനുണ്ട്. 1ാം ക്ലാസ്സിൽ ചേരുന്ന ഏകദേശം 100% കുട്ടികളും 10ാം ക്ലാസ്സിൽ എത്തുന്നുണ്ട്. ഒരു വ്യത്യാസമുള്ളത് ഗോത്ര മേഖലകളിൽ മാത്രമാണ്. അല്ലാതെ എടുത്ത് നോക്കുമ്പോൾ 0.5 ഒക്കെയാണ് നമ്മളുടെ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പലപ്പോഴും കേന്ദ്രാവിഷ്കൃതം അതേപടി ആവർത്തിക്കേണ്ട ഒരു ആവശ്യം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സാധ്യതയുള്ള സ്വന്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഇപ്പോൾ തിരിച്ച് വീണ്ടും ഇത് സെൻട്രൽ ലിസ്റ്റിലേക്ക് പോകുമോ? അത്രയധികം സെൻട്രലൈസേഷൻ സാധ്യതകളാണ് ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രശ്നമായിരുന്നു. മറ്റൊന്ന്, ഏറ്റവും പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പലതും ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് പറയുന്ന ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, ജോയ്ഫുൾ ലേണിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ NCF മുതൽ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യുന്ന രേഖകൾ വന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണമെന്ന് കൊത്താരി കമ്മീഷൻ മുതൽ പറയുന്നതാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളൂ. പുതുതായിട്ട് പറഞ്ഞെന്താണ്, പുതുതായിട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ പുതുതായിട്ട് പറഞ്ഞൊരു കാര്യത്താണ് മൊത്തത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ഘടനയെ മാറ്റിക്കളണമെന്നാണ്. ആദ്യത്തെ ഒരു 4 വർഷം, ആദ്യത്തെ ഒരു 5 വർഷം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിട്ട് എടുക്കണം. അതിൽ 3 വർഷം പ്രീ സ്കൂളിംഗ് ആണ്. ഇന്നിപ്പോൾ ഒരു ഫോർമലായിട്ട് അല്ലാതെ നടക്കുന്ന പ്രീ സ്കൂളിങ്ങിനെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ കൊണ്ടുവരികയും 1-2 ക്ലാസ്സുകൾ ചേർത്തിട്ട് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. പിന്നെ അങ്ങോട്ട് ഒരു 3 മുതൽ 5 വരെ ക്ലാസ്സുകളെ ചേർത്തിട്ട് പ്രിപ്പറേറ്ററി എന്നും 6 മുതൽ 8 ക്ലാസ്സുകൾ മിഡിൽ എന്നും പിന്നെയുള്ള 4 വർഷം 9 മുതൽ 12 വയസ്സിൽ സെക്കൻഡറി എന്ന രീതിയിൽ ഇത് ഘടനയാകപ്പാടെ മാറ്റണമെന്ന് നിർദ്ദേശം വെച്ചത്. ഇത് പല തരത്തിലാണ് പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. അതനുസരിച്ചിട്ടാണ് അവിടുത്തെ മുഴുവൻ വിദ്യാഭ്യാസ സംവിധാനം പ്രവർത്തനം. അപ്പോൾ ഇത്രയേറെ വൈവിധ്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഈ ഘടനയെ അപ്പാടെ ഒറ്റയടിക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒട്ടും ലളിതമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല, അതുകൊണ്ട് എന്താണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയാണ്, ഏത് തടസ്സത്തെയാണ് ഇതുകൊണ്ട് മറികടക്കാൻ കഴിയുക എന്നത് കൃത്യമായ വിശദീകരണമില്ല. പക്ഷേ ഈ വലിയൊരു മാറ്റം നിർദ്ദേശിക്കുക ഇത്തരത്തിലുള്ള പല തർക്കങ്ങളും ചർച്ചകളും വന്നു. അതോടെ ഉണ്ടായെന്ന് വെച്ചാൽ പലരും ഇത് ഒറ്റയടിക്ക് റിജക്റ്റ് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ റിജക്റ്റ് ചെയ്തൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവർ പറഞ്ഞ് ഞങ്ങളിതിനെ കണക്കിലെടുക്കുന്നേയില്ല, തമിഴ്നാട് സ്വന്തമായിട്ട് മറ്റൊരു വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. വെസ്റ്റ് ബംഗാളും ഏകദേശം അതുപോലെ തന്നെ ഒരു നിലപാടെടുത്തു. അതേ സമയത്ത് കേരളത്തിൽ ഇതിൻ്റെ പല ചർച്ചകളും പല ഘട്ടത്തിൽ നടന്നിട്ട് ഇതിൽ പറയുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടതില്ല, എന്നാൽ നമുക്ക് ചില കാര്യങ്ങളിൽ ആശങ്കകൾ ഉണ്ട് എന്നൊരു നിലപാടാണ് കേരളം സ്വീകരിച്ചത്. എന്നാൽ ചിലരാകട്ടെ ഇത് റോഡ് മാപ്പ് അതിനു മുമ്പ് തന്നെ, ഇത് വരുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി ഇതിനെ തുറന്ന മനസ്സോട് കൂടിയിട്ട് എല്ലാ തരത്തിലും സ്വാഗതം ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി. ഇത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം എന്താണ് എന്ന്. ആരൊക്കെയാണ് സ്വീകരിച്ചത്, ആരൊക്കെയാണ് തള്ളിക്കളഞ്ഞത് എന്നുള്ളത് പരിശോധിച്ചാൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണെങ്കിലും സന്തോഷിക്കേണ്ടവർക്ക് ഏത് കാര്യമെടുത്താലും ആവശ്യത്തിന് സന്തോഷിക്കാൻ വേണ്ട ഉള്ളടക്കം ഇതിനകത്തുണ്ടായിരുന്നു. ഇപ്പോൾ പാരമ്പര്യവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ആധുനികതയെ പുണരുന്ന ആളുകളെ സംബന്ധിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഒരു പെഡഗോജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് ശിശു സൗഹൃദമായിട്ടുള്ള പെഡഗോജിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹാപ്പി സ്കൂളിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ള ഈ ഒരു കഴഞ്ച്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കഴഞ്ച് വർഗീയത, സാംസ്കാരിക ദേശീയതയുണ്ടല്ലോ, അത് നമ്മളെ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചതെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇത്രയും വലിയ തർക്കം ഉണ്ടാകുന്നു, സംസ്ഥാനങ്ങൾ ഇങ്ങനെ സ്വന്തമായി നിലപാടെടുക്കുന്നു, ഇതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള ഭിന്നിപ്പുകൾ ആളുടെ ഇടയിൽ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നടപ്പാകുന്ന എങ്ങനെയായിരിക്കും കുറിച്ച് ആളാലോചിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, എന്തായാലും സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി നയങ്ങളും തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനൊരു നയം സർക്കാർ രൂപീകരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ വരും, ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം. സ്വയമായി മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക്, അതിനേക്കാൾ മുന്നോട്ട് പോയവർക്ക് അത് ആ പദ്ധതികളല്ലാതെ മറ്റു ചില പദ്ധതികളുമായിട്ട് അതിൽ ചിലതിൽ നമുക്ക് മാറ്റം വരുത്താം, മോഡിഫിക്കേഷൻ വരുത്താം, ചില പുതുതായി അതിലേക്ക് അങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് 2020 തന്നെ സാർത്ഥക് എന്ന് പറഞ്ഞ് വേറൊരു രേഖ കൂടി ഈ ദേശീയ ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. ആ രേഖ വന്നപ്പോഴാണ് മനസ്സിലായത് ഇതിൽ പറയുന്ന ഓരോ സെന്റൻസിലും ഓരോ പേജിലും പറയുന്ന ആശയങ്ങളെ ഇവർ ടാസ്കുകളാക്കി മാറ്റി. ടാസ്ക് 1, ടാസ്ക് 2 എന്ന് പറഞ്ഞിട്ട് ഇത് ടാസ്ക് ആക്കി മാറ്റി. എന്നിട്ട് ആ ടാസ്കുകളിലൂടെ പൂർത്തീകരിക്കേണ്ട ലക്ഷ്യം എന്താണെന്നുള്ളത് സ്റ്റേറ്റ്മെന്റുകളാക്കി. ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്, ഏത് വർഷമാണ് ഇത് തീർക്കേണ്ടതെന്നുള്ള തരത്തിൽ ഈ NEP-യിൽ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗരേഖ കൂടി തയ്യാറാക്കി. അങ്ങനെ മനസ്സിലായി. അപ്പോൾ ഇത് നേരത്തെ വന്നതുപോലെ
സ്വതന്ത്രമായ ആളുകൾ ഈ രേഖ പരിശോധിച്ച് അതിൽ നിന്ന് താല്പര്യമുള്ളതെടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരിക്കില്ല ഇന്ത്യയിൽ. പക്ഷെ അപ്പോഴേക്കും നമ്മളുടെ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഏകദേശം കെട്ടടങ്ങിയിരുന്നു. ആളുകളുടെ ശ്രദ്ധയൊക്കെ മറ്റു പലർക്കും പോയിരുന്നു. NEP 2020 പുറത്തു വന്നപ്പോൾ ഉണ്ടായ തരത്തിലുള്ള സെമിനാറുകളോ ചർച്ചകളോ സംവാദങ്ങളോ പിന്നെ എവിടെയെങ്കിലും നടന്നതായിട്ട് നമ്മൾ അധികം കേൾക്കുന്നില്ല. പതിയെ ഏതൊരു വിഷയത്തിൽ സംഭവിക്കാവുന്ന പോലെയുള്ള ഒരു ലഘൂകരണം ഇവിടെ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ ഘട്ടത്തിൽ ചിലരൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു ഇലക്ഷൻ കൂടി വരാൻ പോവുകയാണല്ലോ, അത് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് മറ്റൊരു തീരുമാനം എടുക്കാം, എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകുക എന്നറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുത്ത ആളുകളുണ്ട്, മറ്റു വിഷയങ്ങളിലേക്ക് പോയവരുണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ പക്ഷേ പിന്നീട് 2022 ആയപ്പോഴേക്കും മറ്റൊരു രേഖ പുറത്തു വരികയാണ്. അതിൻ്റെ പേര് മാൻഡേറ്റ് ഡോക്യുമെൻ്റ് ആണെന്ന്. ഈ മാൻഡേറ്റ് ഡോക്യുമെൻറ്റിലൂടെ ഇവർ ദേശീയ ഗവൺമെൻറ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും ഒരു 25 വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് എല്ലാ സംസ്ഥാനങ്ങളും ഒരു രേഖ ഉണ്ടാക്കണം, ഓരോ അപ്രോച്ച് പേപ്പറിൽ ഉണ്ടാക്കണം. അതിനകത്ത് സയൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്, എക്കണോമിക് എഡ്യൂക്കേഷൻ ഉണ്ട്, അങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. അതിൻ്റെ ലിസ്റ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്രോച്ച് പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ 13ാമതായിട്ടൊരു പുതിയൊരു ആശയം ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് നോളജ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇന്ത്യ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് വലിയ തരത്തിലുള്ള വിമർശനങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ആ ഭാഗം ഒഴിവാക്കിയിട്ടാണ് പുതിയ രേഖ പുറത്തു വന്നതെങ്കിലും ആ ആശയത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ആശയത്തെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചവർ പലതരത്തിൽ അതുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് നോളജ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ടൈറ്റിൽ ഈ മാൻഡേറ്റിൽ ഇടം പിടിച്ചത്. മാത്രമല്ല ഇതുവരെ നമ്മൾ ചെയ്തിരുന്നതിൽ നിന്നും ഈ പ്രവർത്തനത്തെ അവിടെ അത് തിരിയുകയും ചെയ്തു. കാരണം NCF 2005 എന്ന് നാഷണൽ ദേശീയ തലത്തിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയപ്പോൾ ദേശീയ തലത്തിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കി അത് സംസ്ഥാനങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഫ്രെയിംവർക്ക് പരിശോധിക്കാം, നിങ്ങളുടെ സംസ്ഥാനത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് ആനുപാതികമായി മറ്റൊരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കാം, അതിനുവേണ്ടി ഒരു തുകയും അനുവദിച്ചു. അതിൽ നിന്ന് എടുത്തുകൊണ്ടും ഓരോ പ്രദേശത്തിന്റെയും ഓരോ സംസ്ഥാനത്തിന്റെയും സവിശേഷത ഉൾക്കൊണ്ടുകൊണ്ടും ഒരു രേഖ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഈ പ്രക്രിയയെ നേരെ തിരിച്ചു. നിങ്ങൾ ആദ്യം തന്നെ ഈ 25 ഈ പറയുന്ന മേഖലകളെ കുറിച്ചിട്ടും ഓരോ സമീപന രേഖ ഉണ്ടാക്കി യൂണിയൻ ഗവൺമെന്റിന് സമർപ്പിക്കുക. യൂണിയൻ ഗവൺമെന്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി തിരിച്ചു തരും എന്നാണ് പറഞ്ഞത്. അത് വലിയ വീണ്ടും ചർച്ചകൾ ഒന്നുകൂടി ഉണർന്നു. മാത്രമല്ല പലപ്പോഴും ഈ പൊസിഷൻ നമ്മളുടെ സമീപന രേഖയ്ക്കുള്ള സ്ഥലവും അത് അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാം ഡിജിറ്റലാണ്. അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലം ഇത്ര പേജുകൾ, അത് ഇത്ര സമയം എന്നൊക്കെ നിശ്ചയിച്ചു. അപ്പോൾ ഇത്രയും വൈവിധ്യമാർന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇത്ര സ്ഥലത്ത് ഇത്ര സമയത്തിനുള്ളിൽ ഒരു സമീപന രേഖ ഉണ്ടാക്കി കൊടുക്കി. അതെല്ലാം കൂടെ ചേർത്ത് ഈ ദേശീയ ഗവൺമെന്റ് ഒരു ദേശത്തിനൊട്ടാകെ ഒരു ദേശം ഒരു ഒട്ടെന്നൊക്കെ പറയുന്നല്ലോ, ഒരു ദേശം ഒരു സമീപനം എന്ന് പറയുന്ന പോലെ ഉണ്ടാക്കി തരുമെന്ന് പറയുന്നത് വീണ്ടും ബുദ്ധിജീവികൾക്കിടയിൽ തർക്കം വന്നു. ഈ നോളജ് ഓഫ് ഇന്ത്യ എന്താണ് ഈ നോളജ് ഓഫ് ഇന്ത്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് തർക്കമായി. അപ്പോൾ പല ആളും പറഞ്ഞു നമുക്ക് ഒരുപാട് കണ്ടെത്തലുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ നമ്മുടെ വാനനിരീക്ഷണവുമായി ബന്ധപ്പെട്ട് മാത്തമാറ്റീഷ്യൻസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മെറ്റലർജിയുടെ പരീക്ഷണങ്ങൾ നടന്ന് നേരത്തെ പറഞ്ഞ പോലെ ആർക്കിടെക്ചറിന്റെ മേഖലയിൽ ഇതൊക്കെ ഇന്ത്യയുടേതായിട്ടുള്ള പാരമ്പര്യവും അതൊക്കെ ഒന്നുകൂടി പുതിയ കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ, അതിന് നമ്മൾ എതിർക്കേണ്ടതില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും ഒരു തെറ്റായ കാര്യമൊന്നുമല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള തരത്തിൽ അതിലും ഒരു ലഘൂകരണം പിന്നീട് നടന്നു. എന്താണെങ്കിലും ഈ കാലവും മുന്നോട്ട് പോയി അടുത്ത ഘട്ടമായപ്പോഴേക്കും ഓരോ ഫ്രെയിം വർക്കുകൾ പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ ഈ പൊസിഷൻ പേപ്പറുകൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് 4 ഫ്രെയിം വർക്കുകൾ നിർമ്മിക്കുമെന്ന് അന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ ആദ്യം ഒരു ദേശീയ തലത്തിൽ നയരേഖ വരുന്നു, നയരേഖയ്ക്ക് ശേഷം അത് നടപ്പിലാക്കുന്ന ടാസ്കുകളാക്കിക്കൊണ്ടുള്ള ഒരു രേഖ വരുന്നു. അതിനുശേഷം ഓരോ സംസ്ഥാനങ്ങളും ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞ് മാൻഡേറ്റ് രേഖ വരുന്നു. അതിനുശേഷം ചില സംസ്ഥാനങ്ങൾ ചെയ്തു, ചില സംസ്ഥാനങ്ങൾ ചെയ്തില്ല. എന്താണെങ്കിലും 2022 ആയപ്പോഴേക്കും ഫ്രെയിം വർക്കുകൾ പുറത്തു വരാൻ തുടങ്ങി. അപ്പോൾ സാധാരണ ഒരു NCF 2005 എന്ന ഒറ്റ ഫ്രെയിം വർക്കാണ് ആ കാലത്ത് വന്നതെങ്കിൽ ഇപ്രാവശ്യം 4 ഫ്രെയിം വർക്കുകൾ പുറത്തിറക്കുമെന്നാണ് ദേശീയ ഗവൺമെന്റ് പറഞ്ഞത്. ഒന്ന് ഈ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സംബന്ധിച്ച ഒരു ഫ്രെയിം വർക്കാണ്, 2 സ്കൂൾ എഡ്യൂക്കേഷൻ സംബന്ധിച്ച്, 3 അഡൾട്ട് എഡ്യൂക്കേഷൻ മുതിർന്ന ആളുകളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച്. എഡ്യൂക്കേഷൻ 4 എന്നുള്ള സങ്കല്പം ഇന്ന് വളരെ പ്രധാനമാണ്, അതുകൊണ്ട് അത് പ്രസക്തമായൊരു കാര്യവുമാണ്. 4ാമതായി ടീച്ചർ എഡ്യൂക്കേഷൻ. ഇങ്ങനെ 4 ഫ്രെയിം വർക്കുകൾ പുറത്തിറക്കുമെന്ന് പറഞ്ഞു. ഓരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ രേഖ പുറത്തു വന്നത്. ഇത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സ്റ്റേജ്, പ്രീ സ്കൂൾ ഉൾപ്പെടുന്ന ഫൗണ്ടേഷൻ സ്റ്റേജ് കൂടി ഉൾപ്പെടുന്നതാണ്. അങ്ങനെ ആ രേഖ പുറത്തു വന്നപ്പോൾ അത് പരിശോധിച്ച ആളുകൾക്ക് ചെറിയ സംശയം വന്നു. ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നൊരു സങ്കല്പം എന്തായാലും ആധുനിക വിദ്യാഭ്യാസത്തിലുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെ കുട്ടിയുടെ സമഗ്രമായ വികാസമാണ് ലക്ഷ്യമിടുന്നത്. അത് കേവലമായിട്ടുള്ള അക്കാദമിക വികാസം മാത്രമല്ല, ഏറ്റവും ചുരുക്കി പറഞ്ഞ 3 മേഖലകളെങ്കിലും അതിനകത്ത് ഉൾപ്പെടും. ഒന്ന്, കുട്ടി പുതിയ അറിവുകൾ നേടുന്നു എന്നുള്ളതാണ്, ചില വിഷയങ്ങൾ പഠിക്കുന്നുള്ളത്, അത് അക്കാദമിക വികാസമാണ്. മറ്റൊന്ന്, കുട്ടി സമൂഹത്തിൽ ഇടപെടാൻ പഠിക്കുന്നുള്ളതാണ്, അത് സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വികാസമാണ്. മറ്റൊന്ന്, വൈകാരിക അനുഭവങ്ങളെ മാനേജ് ചെയ്യാൻ കുട്ടി പഠിക്കുന്നു എന്നുള്ളതാണ്, അത് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്.
അപ്പോൾ ഈ വൈകാരികമായിട്ടുള്ള വളർച്ചയും സാമൂഹികമായ വളർച്ചയും ചേർന്ന ഒരു അക്കാദമി വളർച്ചയാണ് ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഇടപെടാൻ പ്രാപ്തനാക്കി രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അതെല്ലാം ചേർന്ന ഒരു വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് സമഗ്രമായ വളർച്ച, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ രേഖ പുറത്തു വന്നപ്പോൾ പ്രീ സ്കൂളിന്റെ രേഖയിൽ പറയുന്നത് ഇതൊക്കെ പണ്ടേ ഭാരതത്തിലുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ പഞ്ചകോശ സിദ്ധാന്തം. ഇന്ന് നമ്മൾ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന പഞ്ചകോശ സിദ്ധാന്തം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചകോശ സിദ്ധാന്തത്തെ വിശദീകരിക്കുന്ന ഒരു ഭാഗം ഈ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഉൾപ്പെട്ടപ്പോഴാണ് നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഒഴിവാക്കിയതുമായി ഇന്ത്യ എഡ്യൂക്കേഷൻ സിസ്റ്റം. പിന്നെ നോളജ് ഓഫ് ഇന്ത്യ കുഴപ്പമില്ലല്ലോ, അത് നമ്മളെ ഇന്ത്യയിൽ മുന്നേ ശാസ്ത്രീയമായ അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടില്ല, അതേക്കുറിച്ച് കുട്ടികൾ അറിയുന്നതല്ല, അതൊരു തലമുറകൾക്കിടയിലുള്ള അറിവിന്റെ ഒരു പാലമല്ലേ എന്ന് വിചാരിച്ചിടത്തു നിന്നും കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. അങ്ങനെ പഞ്ചകോശ സിദ്ധാന്തത്തിൽ പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് 5 ലെയറുകളായിട്ടാണ്. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് അന്നമയ കോശമാണ്, പിന്നെ പ്രാണമയ കോശം, പിന്നെ മനോന്മയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇത് തന്നെയാണ് ആധുനിക ലോകം ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു വ്യത്യാസമില്ല, ഇതൊക്കെ ആദ്യമേ ഇന്ത്യൻ ദർശനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ കരിക്കുലം ഫ്രെയിം വർക്കിൽ അച്ചടിച്ച് വന്നപ്പോഴാണ് കുറച്ചുകൂടി ആളുകൾ ഒന്ന് ഉണർന്നത്. അപ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ ചില സ്ഥലത്തൊക്കെ നടന്നു. പക്ഷേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മുന്നോട്ട് പോയി. അടുത്തതായിട്ട് നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് സ്കൂൾ എഡ്യൂക്കേഷന്റെ രേഖ പുറത്തു വന്നു. അതിനകത്തും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇടം പിടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ത്യ സെന്റേഡ്നെസ്, ഇന്ത്യ റൂട്ടഡ്നെസ് എന്നുള്ള വാക്കൊക്കെ ഏതാണ്ട് സ്ഥാപിതമായി. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യ റൂട്ടഡ്നെസ്, ഇന്ത്യൻ പേര്, ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ പാരമ്പര്യം പ്രതിഫലിക്കണം എന്നുള്ളത് പൊതുവിൽ അംഗീകരിക്കപ്പെട്ട ഒരു നില വന്നു. മഹാഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഇതോട് ഒന്നിച്ച് മുന്നോട്ട് വന്നു തുടങ്ങി. ഇടയ്ക്ക് നിന്ന് തമിഴ്നാടും ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങൾ പോലും പിന്നീട് അങ്ങോട്ട് വലിയ തരത്തിൽ മുന്നോട്ട് പോയതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിച്ചില്ല. അപ്പോൾ പൊതുവിലൊരു അന്തരീക്ഷം, ഇലക്ഷനൊക്കെ കഴിഞ്ഞു, വീണ്ടും അധികാരത്തിലുള്ള പാർട്ടി തന്നെ അധികാരം തുടർന്നു, അന്തരീക്ഷം വീണ്ടും ഇങ്ങനെയൊക്കെ ആയി മാറി. അപ്പോൾ ഏതാണ്ട് ഇന്ത്യ റൂട്ടഡ്നെസ് ആയി തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് താത്വികമായിട്ടും അംഗീകരിക്കപ്പെട്ട ഒരു നില വന്നു. ഇനി അത് എങ്ങനെയാകണം എന്നുള്ളതിനെ കുറിച്ചിട്ടായി ചർച്ച. അപ്പോൾ അധികം എന്താ പറയാ, പിന്നെ നേരിട്ട് പറയാതെ കുറച്ച് മയപ്പെടുത്തി പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതുള്ളതെന്നാണ് ഇവിടേക്ക് വായിച്ചത്. അപ്പോൾ ആർട്ടിന്റെ കാര്യം പറയുമ്പോൾ ഈ ഫ്രെയിം വർക്കിൽ പറയുന്നത് എന്താണ്, നമ്മളുടെ ഇന്ത്യൻ ടെക്സ്റ്റുകളുണ്ട്, നാട്യശാസ്ത്ര, അഭിനയ ദർപ്പണം, ശില്പശാസ്ത്ര തുടങ്ങിയതൊക്കെ ഉണ്ട്, അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ ആൾ പറയാം അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മളുടെ ആദ്യകാലത്തുണ്ടായിരുന്ന കലയെ, ഇപ്പോൾ ബുദ്ധ കാലഘട്ടത്തൊക്കെയാണ് വലിയ രീതിയിൽ കലയൊക്കെ വികസിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യമില്ല, അത് അറിയുന്നത് നല്ലതാണ്. പക്ഷെ നമുക്കറിയാം ഈ കലാപഠനത്തിന് ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചും സംഗീതം, നൃത്തമൊക്കെ പഠിക്കുന്നവർക്കറിയാം അത് പൂർണ്ണമായിട്ടും പിന്നെ എന്താ പറയുക, ഗുരു, ദൈവം, പൂജ, ആചാരങ്ങൾ, ആചാരപരതയാണ് അവിടെ. ഒരു ആദ്യമായിട്ടൊരു ഏതെങ്കിലും ഒരു കല അഭ്യസിക്കാൻ പോകുന്ന കുട്ടി ഇന്നാണെങ്കിൽ പോലും പിന്നെ പണ്ട് നിലത്തിരുന്നേ വയലിൻ വായിക്കാൻ പാടുള്ളൂ. ചില നമ്മുടെ പുതിയ ചെറുക്കന്മാരല്ല, അവരൊക്കെ ഇങ്ങനെ വയലിൻ നിന്ന് വായിക്കുന്നതിനെ വരെ എതിർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് ഇന്ന് വായിക്കാനുള്ള ഒരു സാധനമല്ല, അത് ഉണ്ടായി വന്നത് ഒരു പാശ്ചാത്യ വാദ്യോപകരണമാണ്, അത് നിന്ന് വായിക്കാനുള്ളത്. പക്ഷെ അതിനെ പോലും ഇങ്ങനെ പടിഞ്ഞിരുന്ന് മാത്രം വായിക്കണം എന്നും, ഇന്ന് അത്തരത്തിലുള്ളൊരു വെസ്റ്റേൺ ഉപകരണം പഠിക്കാൻ വേണ്ടി നിങ്ങൾ പോയി ചേർന്നാൽ പോലും ആദ്യം ദക്ഷിണ കൊടുക്കുക, ഗുരുവിൻ്റെ കാലിൽ തൊട്ട് വന്നിക്കുക, കണ്ണടച്ച് പ്രാർത്ഥിക്കുക, തുടങ്ങിയിട്ടാണ് ഇത് തുടങ്ങുക. പിന്നെ പഠിക്കുന്നത് മുഴുവൻ ഇപ്പം നൃത്തത്തിൻ്റെയൊക്കെ സംഗീതത്തിൻ്റെയൊക്കെ എല്ലാ സ്തുതികളാണ്. അപ്പോൾ ഇതും ഈ കല എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും ദൈവീകമായ കല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഒന്നുകൂടി എന്താ പറയുക, അടിച്ചുറപ്പിക്കുന്ന രീതിയിലാണ് ഈ സംഗതികളെല്ലാം പോകാൻ നമുക്കറിയാം. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഇന്ത്യൻ ടെക്സ്റ്റുകളുടെ പറയുന്ന രീതിയിലുള്ള കലാപഠനത്തെ പ്രോത്സാഹിപ്പിക്കുകയും യഥാർത്ഥത്തിൽ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സങ്കല്പത്തെ ഇത്തരത്തിലുള്ള നമ്മളുടെ ഭാരതീയമായിട്ടുള്ള നമ്മൾ അവകാശപ്പെടുന്ന തരത്തിലുള്ള ഈ ദൈവസ്തുതികളുടെയും ആചാരപരതയും ലോകത്തെ കുട്ടികളെ നയിക്കുകയാണ് ചെയ്തത്. ആർട്ട് ഇൻ്റഗ്രേഷൻ കൊണ്ട് യഥാർത്ഥ ഉദ്ദേശിച്ച നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ വൈകാരികവും സാമൂഹികവും വളർച്ച ഉറപ്പുവരുത്തുകയും കാണാതെ പഠിക്കുന്നതിന് പകരം സ്വാഭാവികമായിട്ടുള്ള ഒരു ഹാപ്പി ലേണിംഗ്, ജോയ്ഫുൾ ലേണിംഗിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒന്നായിട്ടാണ് ആ കലയെ വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുത്തുക എന്ന സങ്കല്പം. ആ സങ്കല്പത്തെ ഇന്ത്യ സെൻറ്റേഡ്, ഇന്ത്യ റൂട്ടഡ് എഡ്യൂക്കേഷൻ ആയപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ പഴയകാല ടെക്സ്റ്റുകൾ പഠിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് പോയി. ആർട്ടിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. തിരിച്ച് ഇങ്ങനെ ഓരോന്നിലും എടുത്ത് നോക്കിയാൽ ഇത് പറയുന്നത്. മാത്തമാറ്റിക്സ് വരുമ്പോൾ എന്താ മാത്തമാറ്റിക്സ് പറയാൻ പറ്റുക അറിയാൻ പൂജ്യം കണ്ടുപിടിച്ചത് നമ്മളാണെന്നാണ് ഇപ്പോൾ ആകെയുള്ളൊരു കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ പൂജ്യം കണ്ടുപിടിച്ചത് നമ്മളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികളെ പറയേണ്ടത് എന്ന തരത്തിലാണ് മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുന്നത്. പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തമൊക്കെ വലിയ
തർക്കമുള്ള കാര്യമാണ്. ഒന്നുമില്ലായ്മ പലതരത്തിൽ സൂചിപ്പിക്കുന്ന പല സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഗുപ്ത കാലഘട്ടത്തിലാണ് പൂജ്യം കണ്ടുപിടിച്ചത്. പല സ്ഥലത്തും ഇപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ വിഷയക്കാർക്കും ഈ പ്രശ്നം വന്നു. എല്ലാവർക്കും ഇന്ത്യ റൂട്ടഡ്, ഇന്ത്യ സെൻറ്റേഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥ വന്നപ്പോൾ ഓരോരുത്തരും അന്വേഷിക്കാൻ തുടങ്ങി. എന്താണ് ഇപ്പോൾ നമ്മുടെ ഇതിനകത്ത് കുറച്ച് ഇന്ത്യ ചേർക്കുക, എന്താണ് നമ്മുടെ കുറച്ച് ഭാരതീയ പാരമ്പര്യം ചേർക്കുക എന്ന് അന്വേഷിക്കുക. അതെല്ലാം ഈ ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട 2019 ശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട ഏത് രേഖ നിങ്ങൾ എടുത്ത് നോക്കിയാലും അതിലെല്ലാം ഈ ഒരു കഴഞ്ച് സാധനം അവിടെ എവിടെയായിട്ട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മാത്തമാറ്റിക്സിൽ പൂജ്യത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആര്യഭട്ടയെക്കുറിച്ചിട്ടും എന്താണ് ഭാസ്കരയെ കുറിച്ചിട്ടും മാധവയെ കുറിച്ചിട്ടൊക്കെ വീണ്ടും നമ്മൾ അന്വേഷിക്കണം, പഠിപ്പിക്കണം എന്ന് വന്നു. സയൻസിൽ വന്നിട്ട് എന്താ പറയുക, സയൻസിൽ പ്രധാനമായിട്ടും ആസ്ട്രോളജി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചില്ല, ആസ്ട്രോണമി എന്നാണ്. പക്ഷേ ഇന്ത്യൻ കലണ്ടർ സിസ്റ്റം ഒരു ഭയങ്കര സംഭവമാണ്, അതിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ സയൻസിൽ ഇന്ത്യൻ കലണ്ടർ സിസ്റ്റത്തെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. സോഷ്യൽ സയൻസിലേക്ക് വന്നപ്പോഴേക്കും ഭാഷയിൽ ചെറിയൊരു മാറ്റമുണ്ട്. വൺ ഓഫ് ദി കീ കരിക്കുലർ ഗോൾസ് is for students to appreciate the importance of being Indian (bracket Bharatiya) by understanding India's glorious past and its rich diversity എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചില ഓരോ വിഷയത്തിൻ്റെയും സാധ്യതയും അവിടെ അത് അനുസരിച്ച് ഇതിൻ്റെ ഭാഷയിലൊക്കെ മാറ്റം വരും നമുക്കറിയാം. അപ്പോൾ ഒരു ഗ്ലോറിയസ് പാസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് സോനാക്കി ചിടിയ എന്നൊക്കെ പറയുന്ന സങ്കല്പമുണ്ട്. പക്ഷെ നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെയും സംസ്കാര പാരമ്പര്യവും അങ്ങനെ നോൺ വയലൻസ് അധിഷ്ഠിതമായിട്ടൊന്നുമല്ല. ഇവിടെ മുഴുവൻ രക്തരൂക്ഷിതമായിട്ട് തമ്മിൽ പോരടിച്ച് ചെറിയ കാര്യങ്ങളുടെ പേരിൽ നാട്ടുരാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടുകൂടായ്മ അയിത്തമൊക്കെ നിലനിന്നിരുന്ന ഏറ്റവും മോശമായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് അതിനെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മഹത്തായ പാരമ്പര്യം, ലോകത്തിന് മുഴുവൻ വെളിച്ചം പകരാൻ കഴിയുന്ന എന്തൊക്കെയോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വേദം പിറന്ന നാട് എന്നുള്ള തരത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് എന്തോ മറ്റൊന്നാണ് എന്നുള്ള ഒരു സാംസ്കാരിക ദേശീയതയുടെ ഒരു വ്യാജമായ അഭിമാനബോധം നമ്മൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ അഭിമാനബോധത്തിൻ്റെ പ്രശ്നം നമുക്കറിയാം. നമ്മൾ ഈ എന്തിനാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് പഠിക്കാനാണ്, പിന്നെ അറിവ് നേടാനാണ്. അതിലൂടെ നമുക്കൊരു മാനവീയമായിട്ടുള്ളൊരു ഉൾക്കാഴ്ച ഉണ്ടാവും, സാമൂഹ്യ അവബോധം ഉണ്ടാവും, ആ ജോലി കിട്ടും, ഉയർന്ന ശമ്പളം കിട്ടും, സമൂഹത്തിൽ വലിയ സ്ഥാനം കിട്ടും. അങ്ങനെ നമുക്ക് വിശപ്പില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷെ വയറിന് മാത്രം വിശപ്പ് അകറ്റിയാൽ പോരാ, ആത്മാവിന് ഭക്ഷണമാണ്. ആത്മാവിൻ്റെ ഭക്ഷണങ്ങളിൽ ഒന്ന് ഈ അഭിമാനബോധമാണ്. ഞാൻ അല്പം കൂടി ഉയർന്ന ഒരാളാണെന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ അഭിമാനം എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ മൂത്ത് ദുരഭിമാനമാവുകയും അത് ഓണർ കില്ലിംഗ് പോലുള്ള ദുരഭിമാന കൊലകളിലേക്കൊക്കെ എത്തും. ദുരഭിമാന കൊല എന്ന് പറഞ്ഞാൽ ഒരാളെ വെട്ടിക്കൊല്ലണമെന്നില്ല, ഒരാളെ അധിക്ഷേപിക്കുന്നതും ഒരാളെ മാറ്റി നിർത്തുന്നതും ഒരാളെ തഴയുന്നതും ഒരാളെ തന്നോടൊപ്പം ഇരിക്കാൻ അല്ലെങ്കിൽ തന്നോടൊപ്പം ഉള്ളതല്ല എന്ന് യോഗ്യനല്ല മറ്റൊരാളെ ചിന്തിക്കുന്നതൊക്കെ ഒരു തരത്തിൽ ദുരഭിമാന കൊല തന്നെയാണ്. അങ്ങനെ നിരന്തരമായി ദുരഭിമാന കൊലകളിൽ അഭിരമിക്കുന്ന ഒരു സമൂഹമായിട്ട് ആളുകളെ മാറ്റിയെടുക്കാനല്ലാതെ ഈ വ്യാജ അഭിമാന നിർമ്മിതി കൊണ്ട് എന്താണ് സാധ്യമാകുക എന്നുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടിയിരുന്നത്. മാത്രമല്ല അത് ആളുകളുടെ ചിന്തയെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതും പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതെങ്ങനെയാണ് വീണ്ടും മുന്നോട്ട് പോയതെന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് കാലത്ത് വലിയൊരു സംഭവം ഉണ്ടായി. കോവിഡ് കാലത്ത് ആവശ്യമായ സമയം കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലഭ്യമാകാത്തതുകൊണ്ട് NCERTയുടെ നേതൃത്വത്തിൽ ഒരു പ്രക്രിയ നടന്നു. അതിനെ അവർ വിളിച്ചത് റാഷണലൈസേഷൻ എന്നാണ്, യുക്തീകരണം എന്നാണ്. എല്ലാ പാഠഭാഗങ്ങളും പഠിക്കാൻ പറ്റാതെ കുറച്ച് ഭാഗങ്ങൾ നീക്കി കൊടുക്കുക. അങ്ങനെ നീക്കിയ പാഠഭാഗങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോഴാണ് വളരെ ഞെട്ടിപ്പോയത്. നീക്കിയത് എന്തൊക്കെയാണ്? ഡെമോക്രസിയെ കുറിച്ച് പറയുന്ന ഭാഗം, കെമിസ്ട്രിയിലാണെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ ഭാഗം, ബയോളജിയിലാണെങ്കിൽ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം, ഗാന്ധിവധം തുടങ്ങിയിട്ടുള്ള വളരെ കുട്ടികൾ അത്രയൊന്നും പഠിക്കേണ്ടതായിട്ടുള്ളതല്ലാത്ത ഒരു ഇന്ത്യൻ സിസ്റ്റത്തിന് അനുയോജ്യമല്ലാത്തതെന്ന് അവർക്ക് തോന്നിയതാകാം. എന്താണല്ല ആ പാഠഭാഗങ്ങളാണ് വെട്ടിനീക്കിയത്. അത് വീണ്ടും ഒരു ചർച്ചയായി, വീണ്ടും വലിയ തരത്തിൽ വീണ്ടും ഒരു ചർച്ച ഇന്ത്യയിൽ ഉയർന്നു വന്നു. 1800ഓളം ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും ഇതിനെതിരായിട്ട് വലിയ തരത്തിലുള്ള പരാതിയൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ റാഷണലൈസേഷൻ വേറൊരു റാഷണലൈസേഷൻ ദേശീയ ഗവൺമെന്റ് നടത്തി. അവർ പറഞ്ഞത് ഇത് എന്നേക്കുമായി പുസ്തകത്തിൽ നീക്കിയതൊന്നുമല്ല, ഇതിപ്പോ തൽക്കാലം നീക്കിയെന്നുള്ളൂ. ഇത് വീണ്ടും പിന്നെ കോവിഡൊക്കെ കഴിഞ്ഞ് അധ്യയനമൊക്കെ പുനരാരംഭിച്ച് പഴയ രീതിയിലാകുമ്പോൾ ഇത് വീണ്ടും തിരിച്ചു വരും എന്നാണ്. തൽക്കാലത്തേക്ക് നീക്കിയെന്നുള്ളൂ എന്ന് വെച്ചാൽ ഒരു സാമ്പിളാണ്, ഒരു ടെസ്റ്റ് ഡോസാണ് നൽകിയത്. എങ്ങനെയാണ് ആളുകൾ ഇതിനോട് പ്രതികരിക്കുക എന്ന് നോക്കിയതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. എന്താണെങ്കിലും ആ സാമ്പിൾ ഡോസിന്റെ കാലവും കഴിഞ്ഞു, ആ ചർച്ചയും അതോടുകൂടി ഏകദേശം ഒതുങ്ങി എന്ന് പറയാം. വീണ്ടും സംഗതി മുന്നോട്ട് പോയി അവസാന ഘട്ടം എത്തി, പുസ്തകങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ അവസാന ഘട്ടമാണ് ഈ ഒരു പ്രക്രിയയായിരുന്നു. ദേശീയ പോളിസിയും തുടങ്ങി, ഫ്രെയിം വർക്കുകൾ ഉണ്ടാക്കി, അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് രേഖകൾ വന്ന് അവസാന ഘട്ടത്തിലാണ് പാഠപുസ്തകം എന്ന് പറയുന്ന മൂർത്തമായിട്ടുള്ള സംഗതിയിലേക്ക് വരിക. അപ്പൊ പാഠപുസ്തകങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പൊ നിലവില് 3ാം ക്ലാസ്സിന്റെയും 6ാം ക്ലാസ്സിന്റെയും പുസ്തകങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്.
അപ്പോൾ ആ 3-ാം ക്ലാസ്സിലെ 6-ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഇന്ത്യ സെന്റേഡ് സിസ്റ്റം, നോളേജ് ഓഫ് ഇന്ത്യ, ഇന്ത്യ റൂട്ടഡ്നെസ് എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ സ്വാഭാവികമായിട്ടും ആൾ കൗതുകം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ 3-6 പുസ്തകങ്ങൾ ഇന്ന് NCERTയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ചിലത് നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ 6-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 7-ാമത്തെ പാഠം എടുത്ത് നോക്കിയാൽ ഇന്ത്യാസ് കൾച്ചറൽ റൂട്ട് എന്ന പേരിൽ തന്നെ ഒരു പാഠമുണ്ട്. ഇന്ത്യ കൾച്ചർ റൂട്ട് എന്ന പേരിൽ തന്നെ ഒരു പാഠമുണ്ട്. അത് തുടങ്ങുന്നത് ഒരു സുഭാഷിതത്തിലൂടെയാണ് ഈ ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പൊ അത് സംസ്കൃതമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ലിപിയിൽ വരെ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നേരത്തെ പറഞ്ഞത് ഒരു ബ്രാഹ്മണ മതത്തെ മാത്രം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള മറ്റ് എന്താ പറയുന്നത് ശാഖകൾ, ഇപ്പം ബുദ്ധിസം ജൈനിസം എന്നൊക്കെ പറയുന്ന ശാഖകളെ ഒന്നും വേണ്ടത്ര അംഗീകരിക്കാത്ത പ്രശ്നമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ബ്രാഹ്മണ മതം വളർന്നു വന്നപ്പോൾ അതിനെ കൂടി വിഴുങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കി അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ ബുദ്ധനെയും മഹാവീരനെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഈ സാംസ്കാരികമായ വൈവിധ്യത്തെ ഉൾപ്പെടുത്തിയെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് വായിച്ചു പോയതല്ല കാണാൻ പറ്റുക. പാഠം എടുത്ത് നോക്കാം. ഇതാണ് 7-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നെറ്റിലെടുത്ത് വായിക്കാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് താഴോട്ട് പോയാൽ ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നു, സ്പിരിച്വൽ സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുന്നു, വേദിക് കൾച്ചർ, എന്താണ് വേദ എന്ന് പറയുന്നത്, വേദ എന്താണ്, വേദ എന്ന് പറഞ്ഞാൽ നോളജ് ആണ് എന്ന് പറഞ്ഞ് വേദത്തെ വിശദീകരിക്കുന്നു. യുനെസ്കോ ഇതിനെ അംഗീകരിച്ചതിനെ കുറിച്ച് പറയുന്നു. പിന്നെ ചില കാര്യങ്ങൾ ഇങ്ങനെ വളരെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവൻ സംസ്കൃത ശ്ലോകങ്ങളാണ്. ആ സംസ്കൃത ശ്ലോകങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷ ഇവിടെ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് മുന്നോട്ട്. അപ്പോൾ വേദിക് ഹിസ്റ്ററി പിന്നെ കൃത്യമായി പറയുന്നു. അങ്ങനെ ഈ ഇന്ത്യ സെന്റേഡ്നെസ് ഇങ്ങനെ പോവാണ്. അഹം ബ്രഹ്മാസ്മി എന്നതിനെ കാര്യമായിട്ട് വിശദീകരിക്കുന്നു. ഉപനിഷത്തുകളെ കുറിച്ചിട്ട് വിശദമായി പറയുന്നു. ചാന്തോക്യ ഉപനിഷത്തിനെ കുറിച്ചിട്ട്, കഥോപനിഷത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ ഉപനിഷത്തുകളെ കുറിച്ച് ഇത്രയും പേജുകൾ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഉദാഹരണം, ഒരു പാഠപുസ്തകത്തിന് ഉദാഹരണമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു കൗതുകം തോന്നും. നമ്മുടെ ഈ മറ്റ് വിഷയങ്ങളിൽ എങ്ങനെയാണ് ചിലത് മാത്രം ഞാൻ ഇപ്പോൾ 3-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് നോക്കി. അപ്പോൾ അതിനകത്തൊരു പേര് കണ്ടപ്പോൾ അതിലൊരു കൗതുകം തോന്നി, അതെടുത്ത് വായിച്ചതാണ്. അതിൻ്റെ പേര് താങ്ക് ഗോഡ് എന്നാണ്. ഒരു പാഠം, അതിൽ ഒരു കഥയാണ്. ആ കഥയിലെ ഒരു കർഷകൻ ഒരുപാട് അധ്വാനിച്ച് കൃഷി ചെയ്തു. അദ്ദേഹത്തിന് നല്ല വിളവ് കിട്ടി. അപ്പോൾ ഒരുപാട് വിളവുകൾ ഉണ്ടായി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിനകത്ത് ഏറ്റവും നല്ല മികച്ച വിളവ് രാജാവിന് കാഴ്ചവെക്കാൻ വേണ്ടി കൊണ്ടുവന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം നോക്കുമ്പോൾ നല്ല തണ്ണിമത്തനും നല്ല മുന്തിരി ഉണ്ടെങ്കിലും ഈ ദൂരം നടന്നു പോകണം, ഒരുപാട് ദൂരം നടന്നു പോയാലേ രാജാവിൻ്റെ അടുത്ത് എത്താൻ പറ്റും. രാജാവ് വളരെ അകലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചുവന്നുകൊണ്ട് പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം മുന്തിരി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ മുന്തിരിയുമായിട്ട് രാജാവിൻ്റെ അടുത്ത് ചെന്നപ്പോൾ രാജാവ് പൂന്തോട്ടത്തിൽ രാജകുമാരിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹി വാസ് ഇൻ എ പ്ലേ മൂഡ്. അപ്പോൾ അതുകൊണ്ട് ഈ കർഷകൻ വെയിറ്റ് ചെയ്തു. രാജാവ് ഒന്ന് മൂടൊക്കെ ഒന്ന് മാറുന്നു. അപ്പോൾ കുറെ കഴിഞ്ഞ് രാജാവ് കളിയൊക്കെ നിർത്തി അവിടെ വന്നിരുന്ന സമയത്ത് പരിചാരകൻ കാണിച്ചു കൊടുത്തു, ഒരു കർഷകൻ അങ്ങനെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ കുട്ടയുമായിട്ട് കർഷകൻ രാജാവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ രാജാവ് കളിയൊക്കെ നിർത്തിയെങ്കിലും പുള്ളി ആ പ്ലേ മൂഡിലായിരുന്നുകൊണ്ട് മൂപ്പർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിനകത്തുനിന്ന് ഒരു മുന്തിരി എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് വായിലിട്ട് പിടിച്ചു. ഇത് വേറൊരു മുന്തിരി എടുത്തിട്ട് ഈ കർഷകൻ നേരെ എറിഞ്ഞു. അപ്പോൾ അത് കൊണ്ടത് ഇയാളുടെ കണ്ണിന് നെറ്റിയിലാണ്. അപ്പോൾ കർഷകൻ പറയുന്ന വാക്കാണ് താങ്ക് ഗോഡ് ഐ ആം ബ്ലസ്ഡ്, ദൈവത്തിന് നന്ദി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ്? അപ്പോൾ ഈ കർഷകൻ പറയാണ്, ഞാൻ എൻ്റെ തോട്ടത്തിൽ തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു, മുന്തിരി ഉണ്ടായിരുന്നു, ഭാഗ്യത്തിന് ഞാൻ തണ്ണിമത്തങ്ങ കൊണ്ടുവന്നില്ല, മുന്തിരിയാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് രാജാവിന് സന്തോഷമായി, കർഷകന് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെയാണ് സന്തോഷം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതൊരു ജാതക കഥയാണ്, ജാതക ടെയിൽ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ ചർച്ചയിലേക്ക് പോകുന്നു. അപ്പോൾ ഇക്കാലത്ത് ഒരു കർഷകൻ അയാൾക്കുണ്ടാകുന്ന ഏറ്റവും നല്ല വിളി, എന്തിനാണ് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്, എന്തിനാണ് രാജാവ് കാത്തു നിൽക്കുന്നത്, രാജാവിന് എന്താ പറയുന്നത് രസിക്കാത്തൊരു വാക്കുപോലും പറയാതെ എനിക്കുണ്ടായ ഒരു വിഷമത്തെപ്പോലും ഇത്ര ഭംഗിയായി അവതരിപ്പിക്കുന്നത്, എന്നിട്ട് അതിന് ദൈവത്തിന് ഇത് എന്താണ് കുട്ടികൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും. പക്ഷേ ഇതൊക്കെ ഒരു ഇന്ത്യൻ കൾച്ചറിനെയും നോൾ വയലൻസിനെയും ഇന്ത്യൻ പാരമ്പര്യത്തേക്ക് മനസ്സിലാക്കുന്നതിന് ഭാഗമായെന്ന് കണ്ടാൽ മതി. മാത്രമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ജാതക കഥ എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രീബുദ്ധന്റെ പൂർവ്വജന്മ കഥകളാണ്. അപ്പോൾ അതിനകത്ത് അത് പാലി ഭാഷയിലാണ് ജാതകതകളുള്ളത്. ഇത് ജാതകഥയാണെന്ന് എങ്ങനെ ഉറപ്പിക്കും? ഈ ഇന്ത്യയിൽ നമുക്ക് നോക്കിയറിയാം ജാതകഥ പറഞ്ഞിട്ട് ഒരു പിടി ഏത് കഥയും നമുക്ക് ജാതകഥയാക്കി മാറ്റാം. കാരണം ശ്രീബുദ്ധന്റെ കപിലവസ്തുവിൽ സിദ്ധാർത്ഥ ഗൗതമനായി ജനിക്കുന്നതിന് മുമ്പുള്ള ജന്മമാണ്. അപ്പൊ കഥകളിൽ അദ്ദേഹം ചിലപ്പോൾ രാജാവായിരിക്കും, ചിലപ്പോൾ കൃഷിക്കാനായിരിക്കും, ചിലപ്പോൾ കഥയിൽ ഒന്നുണ്ട്, കഥയെ നിരീക്ഷിക്കുന്ന ഒരാളായാൽ പോലും ജാതകഥ എഴുതുന്നവർ. അപ്പൊ ഏത് ഇത്തരത്തിലുള്ള കഥയും ജാതകഥയായിട്ട് വ്യാഖ്യാനിക്കാവുന്നതാണ് എന്നുള്ളതുകൊണ്ട്
ഈ ബ്രാഹ്മണ മതം വന്നപ്പോൾ എല്ലാത്തിനെയും ജാതകഥകളാക്കി മാറ്റിയിട്ടുണ്ട്. പലതും ജാതകഥ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നുണ്ട്. ഇത് ഏതാണെന്നൊന്നും അറിയാനായിട്ടൊരു മാർഗ്ഗമില്ല. അങ്ങനെ കഥയാണ് 3ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിലുള്ളതിൻ്റെ ഒരു ഉദാഹരണം. പിന്നെ 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് വെറും ഇന്ത്യയല്ല, അത് എന്തുകൂടിയാണ്, ഭാരതം കൂടിയാണ് എന്നുള്ളൊരു ഭാരത സങ്കല്പം ഇവിടെ പറഞ്ഞു പോകുന്നു. അങ്ങനെ ഒരു അധ്യായം തന്നെ ഇതിനകത്ത് ഉണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംസ്കൃത ഭാഗങ്ങൾ എന്താണ് പറയുക, ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. ഇത്രയും പുസ്തകങ്ങൾ എടുത്ത് ഇരുന്ന് പരിശോധിക്കണം. കാരണം ഇന്ത്യ സെൻറ്റേഡ്നെസ് കണ്ടുപിടിക്കാന്നുള്ള അത്ര എളുപ്പമല്ല. വളരെ രസമാണ്. സയൻസിൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് 6ാം ക്ലാസ്സിലെ സയൻസ് പുസ്തകത്തിൽ എങ്ങനെയാണ് ഈ ഇന്ത്യ റൂട്ടഡ്നെസ്, ഇന്ത്യയുടെ വേര് ആഴ്ന്നിട്ടുള്ളത് എന്ന് നോക്കി. അപ്പോൾ അവിടെ സ്കൂൾ വെക്കേഷൻ കാലത്ത് കുട്ടികളുടെ പേര് ഭൂമി എന്നും സൂര്യ എന്നും. അവരുടെ അജ്ജി എന്ന് പറഞ്ഞാൽ, അജ്ജി എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഗ്രാൻഡ് മദർ അവിടെ നിന്ന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് പ്രകൃതി പാഠം. നേരത്തെ ഇവിടെ പറഞ്ഞതിന് പലതും വിരുദ്ധമാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭയങ്കര അമ്മയാണ്, ദേവിയാണ്. പിന്നെ ഇതിനകത്ത് അജ്ജി ചെയ്യുന്ന ജീവിതശീലങ്ങളാണ് കുട്ടിയും പറഞ്ഞത്. അവർ രാവിലെ എഴുന്നേൽക്കുന്നു, പല പ്രാർത്ഥനകൾ നടത്തുന്നു, മരത്തിൻ്റെ ചുവട്ടിൽ പോയി നിന്നിട്ട് ധ്യാനിക്കുന്നു, ശ്വാസോച്ഛ്വാസ വ്യായാമം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പാഠങ്ങൾ ഈ സ്കൂളിൽ നിന്നല്ല, പ്രകൃതിയെക്കുറിച്ച് കുട്ടികൾ പഠിക്കുന്നത് ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന മുത്തശ്ശിന്നാണ്. അപ്പോൾ മുത്തശ്ശിയുടെ വേഷവും അതിൻ്റെ കളറും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കോയിൻസിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമായിട്ട് കരുതുക. എന്താണെങ്കിലും ഇത് സയൻസ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്താണ് വൺ മോർണിംഗ് ഭൂമി ആൻഡ് സൂര്യ സീ അജ്ജി പെർഫോമിംഗ് സം ബ്രീത്തിങ് എക്സസൈസ്. അജ്ജി ആസ്ക്ഡ് them to join her. She says, I am taking deep breaths in and letting them out. This helps in getting more fresh air in the lungs to stay healthy എന്നാണ് ഇതിനകത്ത് ഈ പുതിയ കാലത്ത് വന്ന പുസ്തകത്തിൽ പഠിക്കുന്നത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങൾ ആ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം, ഇതിൻ്റെയൊക്കെ അശാസ്ത്രീയത എന്താണ് എന്ന് നമ്മൾ പല സമയത്തായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കേണ്ടതുണ്ട്. ഇനി ഒരെണ്ണം കൂടി പറയാം. ഈ യോഗ എന്നത് നമ്മളെല്ലാം പൊതുവെ അംഗീകരിക്കും, ഉൾക്കൊള്ളുകയും ചെയ്തു. ഇതൊരു പാഠമാണ്, 5ാമത്തെ യൂണിറ്റാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒരു പാഠമാണ്. ഇതിൽ മുഴുവൻ യോഗയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യകാലത്ത് പുലി വരുന്നേ എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു പുലി അല്ല, പൂച്ചയാണെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ അറിവല്ലേ, കുഴപ്പമില്ല. ഒരു അറിവിനിടയിൽ ഒരു പാലം ഉണ്ടാകേണ്ടതല്ലേ, പഴയ കാലത്ത് എന്തൊക്കെ നടന്നത് അറിയേണ്ടതല്ലേ. പുതിയ തലമുറ കുട്ടികൾ വേരില്ലാതെ വളർന്നവരാകാൻ പാടുണ്ടോ? അവർക്ക് നമ്മളുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെയുള്ള രീതിയിൽ ലഘൂകരിച്ചു പോയ ചർച്ചകൾ നമ്മൾ ഇതിൽ നിന്ന് പിൻവാങ്ങുകയൊക്കെ ചെയ്ത് അവസാനം പുറത്തു വന്ന 2 പുസ്തകങ്ങളും കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മൾ 2019-20കളിൽ ഇന്ത്യ സെൻറ്റേഡ്നെസ് എന്ന് തുടങ്ങിയ, ഇന്ത്യ റൂട്ടഡ്നെസ് എന്ന് തുടങ്ങിയ ഇന്ത്യൻ വേര് പുസ്തകങ്ങൾ വന്ന് വേരാഴ്ത്തി നിൽക്കുന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രം മാത്രമാണ് ഇവിടെ പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല, ഇതിനൊക്കെ മുന്നേ ഓടിയ ആളുകളുണ്ട്. ഈ പുസ്തകം വരുന്നതിന് മുമ്പ് തന്നെ ഭഗവത്ഗീത 6 മുതൽ 8 ക്ലാസ് വരെ നിർബന്ധമാക്കിയ സംസ്ഥാനങ്ങളുണ്ട്. കർണാടക സംസ്ഥാനം എന്ന് പറയുന്ന സംസ്ഥാനത്ത് വളരെ രസകരമായിട്ടുള്ള പാഠം വന്നു. അത് കുറേ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഗവൺമെൻറ് മാറിയപ്പോൾ ആ പുസ്തകത്തിൽ നിന്ന് മാറ്റം വന്നോ എന്ന് എനിക്കറിയില്ല. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു പാഠം ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് സവർക്കറുടെ ജീവചരിത്രം മറ്റുള്ള അതിനൊരു ഭാഗമായി. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, സവർക്കറെ സെല്ലുലാർ ജയിലിൽ അടച്ചിരിക്കുകയാണ് അന്തമാനിലെ. പക്ഷെ അദ്ദേഹം ജയിലിനുള്ളിലേക്ക് ഒരു മണൽത്തരി പോലും വീഴാൻ സാധ്യതയില്ലാത്ത അത്ര ഇടുങ്ങിയ ജയിലറയായിട്ട് പോലും അവിടെ എന്നും വൈകുന്നേരം ഒരു ബുൾബുൾ പക്ഷി ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വരും. ഈ ബുൾബുൾ പക്ഷിയുടെ പുറത്ത് കയറി അദ്ദേഹം സ്വന്തം ദേശത്തേക്കും തിരിച്ചും പറക്കുമായിരുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതൊരു കഥയാണോ, ഇത് നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയാണെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് സാറേ എന്നുള്ള സിനിമ ഡയലോഗ് നമുക്ക് ഓർമ്മ വരുന്ന ഒരു പാഠമായിരുന്നു അതിലുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് മാറ്റിയിട്ടാണ് ഈ പാഠം ഉൾച്ചേർത്തത്. അങ്ങനെ ബഹുദൂരം ഇതൊക്കെ വരുന്നതിന് മുന്നേ ഇന്ത്യ റൂട്ടഡ്നെസ്സിലേക്കും ഇന്ത്യ സെൻറ്റേഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കും ബഹുദൂരം മുന്നേ ഓടിയ സംസ്ഥാനങ്ങളും നമുക്കിടയിലുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് രേഖീയമായിട്ടുള്ളൊരു പരിശോധനയായിരുന്നു. ഇനി നമുക്ക് ഒരു പരന്ന പരിശോധന നടത്താം. ഈ കാലയളവിൽ ഇന്ത്യയിലെ മറ്റു പല സംഗതികളിലും ഉണ്ടായിട്ടുള്ള ചർച്ചകളെ മൊത്തത്തിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ വന്ന് മാത്രം എടുത്തു നോക്കാം. ഈ പ്രഗ്യാൻ സിംഗ് താക്യൂർ ഒരു MP ആണ് പറഞ്ഞത് കൗ യൂറിൻ, ഗോമൂത്രത്തിന് ക്യാൻസർ മാറ്റാനുള്ള കഴിവുണ്ടെന്ന്. 106ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആകെ പ്രശ്നത്തിലായി മാറി. അത് നമുക്കറിയാം, പല അവാർഡുകൾ നിർത്തലാക്കി പല രൂപത്തിലേക്ക് മാറി. അത് വേറെ തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്, ഇപ്പോൾ അതിന് സമയമില്ല. എങ്കിലും അതിനകത്ത് ഈ ദിനോസറുകൾ ആദ്യം കണ്ടുപിടിച്ചത് ബ്രഹ്മയാണ് എന്ന് പറയുന്നത് ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ആദ്യം അറിയപ്പെടുന്ന ആളായിരുന്നു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണെന്ന് മാത്രമേ നമുക്കറിയൂ. പക്ഷേ അടുത്ത ഘട്ടമായപ്പോൾ സ്ഥിതി മാറി. ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ തന്നെ വന്നിട്ട് വലിയ ശാസ്ത്രങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, സെൽ റിസർച്ച് എന്ന് പറയുന്നത്, അതുപോലെ
ഇതൊക്കെ എവിടെ നടന്നത്, എയർക്രാഫ്റ്റ്, മിസൈൽസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പറഞ്ഞത് ആന്ധ്ര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പതിയെ മാറി. പിന്നെ ഇന്റർനെറ്റ് ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ത്രിപുരയുടെ പുതിയ മുഖ്യമന്ത്രിയായി വന്ന വിപ്ലബ് ദേവാണ്. വേദിക് തിയറി ആണ് റിലേറ്റിവിറ്റിയേക്കാൾ വലിയ തിയറി എന്ന് ഹർഷവർദ്ധൻ, അദ്ദേഹം നമ്മളുടെ യൂണിയൻ മിനിസ്റ്റർ ആയിരുന്നു. ഇത് ഒരുപാടുണ്ടാവും, പക്ഷെ ഞാൻ അതിനകത്ത് കുറച്ചെണ്ണം മാത്രം എടുത്തതാണ്. ഇത് ചർച്ച വലിയ വാർത്തയായതും മാധ്യമങ്ങൾ വന്നതുമാണ്. ഇത്തരത്തിലുള്ള എത്രയോ സന്ദേശങ്ങൾ നമ്മളുടെ ഇടയിൽ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടാവും, എത്രയോ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ സയൻസ് കോൺഗ്രസിനൊക്കെ പിന്നെ വന്ന ഓരോ പേപ്പറുകളും പ്രസന്റേഷനുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ രസകരമായ കൗതുകരമായിട്ടുള്ള സംഗതി നമുക്ക് കാണാം. ഡാർവിന്റെ സിദ്ധാന്തം തെറ്റാണ് എന്ന് പറയുന്ന സത്യപാൽ സിംഗ് ആണ്, അദ്ദേഹം ഒരു മിനിസ്റ്റർ ആയിരുന്നു. പീകോക്ക് റീപ്രൊഡ്യൂസേഴ്സ്, കണ്ണിയിൽ നിന്നാണ് മയിലുകൾ റീപ്രൊഡക്ഷൻ നടത്തുന്നത് എന്ന് പറയുന്നത് മഹേഷ് ചന്ദ്ര ശർമ്മ എന്ന് പറയുന്നത് ഒരു ജഡ്ജായിരുന്നു. ആസ്ട്രോളജി എന്ന് പറയുന്നത് ആണ് സയൻസിനേക്കാൾ മുകളിൽ എന്ന് രമേഷ് പൊക്രിയാൽ നിഷാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആയിരുന്നു. ഗണേശ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മളുടെ പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പോൾ പ്രധാനമന്ത്രി മുതൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വരെ ഉള്ള ആളുകൾ എപ്രകാരമാണ് ഈ ഒരാശയത്തെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് നമുക്ക് ഒരു ഉദാഹരണം മാത്രം എടുത്താൽ, ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതികൾ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉണ്ടാവും. അതിന് നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും അതിൻ്റെ സാധ്യത അനുസരിച്ചിട്ട് അതിൽ ചെറിയ അനുരൂപീകരിച്ച് ഉപയോഗിക്കും. പല പദ്ധതികളും സർക്കാർ തന്നെ, സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ഉണ്ടാകും. പക്ഷേ പുതിയ പദ്ധതികൾ വരുമ്പോൾ അതിനെല്ലാം പ്രൈം മിനിസ്റ്ററുടെ പേരുണ്ട്. ഇപ്പോൾ മിഡ് ഡേ മീൽസ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു, ഉച്ചഭക്ഷണം കൊടുക്കുന്ന പരിപാടി. അത് പ്രധാനമന്ത്രി പോഷൻ എന്നാക്കി മാറ്റി. പല തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം പ്രധാനമന്ത്രി എന്നുള്ള പേരിലാക്കി. അതുപോലെ PM ശ്രീ, പ്രധാനമന്ത്രി ശ്രീ എന്ന് പറയുന്ന സ്കൂളുകൾ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ്. ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകത, ഈ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ജനസംഖ്യ അനുപാതം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ പൈസ കിട്ടും. മൊത്തം എനിക്ക് തോന്നുന്നു 18,000 കോടി രൂപയാണ്. 60% കേന്ദ്രവും 40% സംസ്ഥാനം എന്നുള്ളതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രത്യേകത. 18,000 കൂടെ സ്റ്റേറ്റിന്റെ 40% ഏതാണ്ട് 27,000 കോടി രൂപയുടെ പദ്ധതിയാണ് 5 വർഷത്തെ. അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും അവിടുത്തെ ജനസംഖ്യ അനുസരിച്ചിട്ട് പൈസ കിട്ടും. അപ്പോൾ ഒരു 1000 കോടി രൂപയൊക്കെ കേരളത്തിന് കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബോർഡ് വെക്കണം, സെൽഫി പോയിന്റ് വെക്കണം, അവിടെ പിന്നെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം എന്ന് മാത്രമല്ല അവിടുത്തെ പിന്നീട് അങ്ങോട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങൾ കൂടി കേന്ദ്രം തീരുമാനിക്കും എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ വലിയ പ്രശ്നമായി, ഇത് ഒപ്പിടണം വേണ്ടി പലരും ഒരു ഒഴിവായി. കേരളം ഇപ്പോഴും അതിന് മുന്നിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെ നിൽക്കുന്ന പോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇത് വേണ്ടാന്ന് വെച്ചാൽ പൈസ കിട്ടില്ല. അതൊരു പുതിയ പരിപാടിയാണ്, ഇതുവരെ ഇല്ലാത്തൊരു സംഗതിയാണ്. ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ വേറൊരു പദ്ധതി വെക്കുക, അല്ലെങ്കിൽ അതിനെ അനുരൂപീകരിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്ന എല്ലാ സംസ്ഥാനം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ സ്ഥിതി മാറി. ഇതാ ഞങ്ങൾ നിർദ്ദേശിച്ച ഒരു പദ്ധതി, ഈ പദ്ധതി നിങ്ങൾ ഏർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ തരില്ല എന്നല്ല, നിങ്ങളുടെ ഈ സമഗ്ര ശിക്ഷ കേരള എന്ന് പറഞ്ഞിട്ട് തന്നോടുന്ന മുഴുവൻ പണവും തരില്ല എന്ന് പറയാം. അല്ലേ, കുട്ടികളൊക്കെ വാശി പിടിക്കില്ലേ, ഇത് തന്നില്ലെങ്കിൽ ഞാൻ മിഠായി തരില്ല പറഞ്ഞാൽ. അതുപോലെ നിങ്ങളിത് എടുത്തില്ലെങ്കിൽ പൈസയെ തരില്ല. അങ്ങനെ കിട്ടേണ്ട 531 കോടിയും കിട്ടാത്ത പ്രശ്നമാണ്. അപ്പോൾ ഈ കരാറിൽ ഒപ്പിട്ടില്ല എങ്കിൽ കേന്ദ്ര വിഹിതമായിട്ട് നമുക്ക് തരേണ്ട, ദേശീയ ഗവൺമെന്റ് വിഹിതമായി തരേണ്ട പണമൊന്നും തരില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ മാറി. പതിയെ കൺകറന്റ് ലിസ്റ്റിലുണ്ടായിരുന്ന സംസ്ഥാനത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന അധികാരങ്ങളെല്ലാം പതിയെ നഷ്ടമാവുകയാണ്. അത് അന്നൊക്കെ നമ്മളുടെ ദേശീയ വിദ്യാഭ്യാസ നയം പുറത്തു വന്നപ്പോൾ ആളുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിമർശനം, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും പറയാതെ പോയ വാക്കുകളുടെ മുഴക്കം ഇതിൽ ഓരോ പേജ് മറിക്കുമ്പോൾ കേൾക്കാനോ. പറയാതെ പോയ വാക്കുകൾ ഏതൊക്കെയാണല്ലോ, സെക്കുലറിസം, ഡെമോക്രസി, റിസർവേഷൻ, ഇതൊന്നും അതിനകത്ത് എവിടെയും മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അപ്പോൾ പറഞ്ഞു അത് ഇത്രയും വലിയൊരു ഡോക്യുമെന്റിൽ സ്വാഭാവികമായിട്ട് വിട്ടുപോകാതെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ഇതിലെല്ലാം അത് ചേർന്നിട്ടില്ല എന്നുള്ള മറുവാദം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ പതിയെ പോവുകയാണ്. നമുക്ക് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദത്തെ നിശബ്ദമാക്കിയെങ്കിൽ ഇക്കാലത്ത് അധികാരം ഉപയോഗിച്ച് ഭരണഘടനയെ നിശബ്ദമാക്കുന്ന പ്രവണത വിദ്യാഭ്യാസ രംഗത്ത് അടക്കം വന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു പദ്ധതി എന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. ഇതിന്റെ അനുരണങ്ങൾ എവിടെ വരെ എത്തി നിൽക്കും നോക്കും. ഒരു മുസ്ലിം കുട്ടിയോട് ടീച്ചർ പറയാണ്, ഹിന്ദു കുട്ടിയോട് ടീച്ചർ പറയാണ് മുസ്ലിം കുട്ടി അടിക്കാൻ. അങ്ങനെ ഹിന്ദു കുട്ടി ആവേശത്തോടെ മുസ്ലിം കുട്ടിയുടെ കരണത്ത് ആഞ്ഞടിക്കുന്ന ഒരു ക്ലാസ് റൂം കാഴ്ച എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പുതിയ ഇന്ത്യ റൂട്ടഡ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നു. ഞാൻ ചിലത് മാത്രം പറഞ്ഞു പോയാണ്. ഈ പ്രീ സ്കൂൾ മുതൽ ഏറ്റവും സിവിൽ സർവീസ് പരിശീലനം വരെയുള്ളിടത്ത് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയാണെന്ന് പറയുന്നത്. സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് പുതിയൊരു
സിലബസ് ഉണ്ടാക്കി. കർമ്മയോഗി എന്നാണ് അതിൻ്റെ പേര്. ഭഗവത്ഗീതയാണ് അതിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്മൃതി, മനുസ്മൃതി നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമായിട്ട് വന്നേക്കാം. ഈ അടുത്ത കാലത്ത് വന്ന ചില വാർത്തകൾ കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ അടുത്ത ദിവസം വന്ന വാർത്തയാണ് സർവകലാശാലകൾ. ഇതൊന്നും ഇപ്പോൾ ഒരു വാർത്തയല്ലാതായി മാറി. നമ്മളെല്ലാം ഇത് കേട്ട് തഴമ്പിച്ച് ഒരു സാധാരണ സംഭവം എന്നുള്ള നിലയിൽ എടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം മാറി. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇന്ത്യൻ റൂട്ടഡ്നെസ്സിനോട് നമ്മൾ പിന്നെ സമഭാവനപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഇതും കഴിഞ്ഞ തൊട്ട് ദിവസം വന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കൊരു ആലോചന, എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇങ്ങനെ വളരെ എന്താ പറയുക ആധുനിക മനുഷ്യന് ചേരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്ത തരത്തിലുള്ള ഒരു അഭിമാന ബോധം പുലർത്തുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിക്കുന്നത്? അടിസ്ഥാനപരമായി എല്ലാവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് ഒരു കൂട്ടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അല്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ഫാൻസ് ഉണ്ട്, ഫാൻസ് അസോസിയേഷനുകൾ. ഒരു കാര്യമില്ലാതെ ഏതെങ്കിലും ഒരു സിനിമാ നടന്റെയോ പേരിൽ യുവാക്കൾ സംഘം ചേരുകയും അടിപിടി കൂടിയും അയാളുടെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഉറക്കൊളിച്ച് 4 മണിക്ക് അതിൻ്റെ ആ പോസ്റ്ററിന് മുകളിൽ പാലഭിഷേകം നടത്തുന്നതൊക്കെ ചെയ്തത് എത്രയേറെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്നതും സാംസ്കാരികമായി പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്തതുമായ സമൂഹങ്ങൾ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ വിചാരിച്ചതാണ്. അതിപ്പോൾ നമുക്ക് കേരള സമൂഹത്തിൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഫാൻ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ഒരു പയ്യന്റെ പേരിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായത് നമുക്കറിയാം. എന്താണ് ഈ ഫാൻഡത്തിന്റെ പിന്നിൽ? അപ്പോൾ ചേർന്ന് നിൽക്കുമുണ്ടാകുന്നത് അതാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അഭിമാനബോധം. ഇപ്പോൾ പിന്നെ നമ്മൾ ഇവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്, വയനാട്ടിലാണ്. അപ്പോൾ ഞാൻ ബത്തേരിക്കാരനാണ്. അപ്പോൾ ബത്തേരിയിൽ നിന്ന് വന്ന വേറൊരാളെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം, ഇതേസേരന് ഗോവിന്ദന്റെ കണ്ടു, അപ്പോൾ ഞങ്ങൾ ബത്തേരിക്കാരാണ്. അപ്പോൾ മാനന്തവാടി നിന്ന് വന്ന ആളുകൾക്ക് ഒരു സന്തോഷം, ഞങ്ങൾ മാനന്തവാടിക്കാരാണ്. കൽപ്പറ്റയിൽ നിന്ന് വന്ന വേറെ ബത്തേരി പരിപാടി നടക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് ആളുകളാകുമ്പോൾ നമുക്കൊരു സന്തോഷം, അല്ലേ? ഇനി ആ പ്രദേശത്ത് നടക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ പഴയ ഉത്സവങ്ങളൊക്കെ പരിശോധിച്ചാൽ കരക്കാർ തമ്മിലാണ്, അതൊക്കെ ശരിക്കും കരക്കാർ തമ്മിലുള്ള മത്സരമാണ്. ഇപ്പോഴും അതിന് തുടർച്ചയുണ്ടല്ലോ. അത് പിന്നെ ചുരുങ്ങി കുടുംബത്തിലേക്കായി, പിന്നെ അത് സ്വത്ത് തർക്കത്തിലേക്കായി. അപ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ആളുകൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും തർക്കങ്ങളും പല സിനിമകളിലൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തിനോടെങ്കിലും ചേർന്ന് നിൽക്കുക, ആരുടെയെങ്കിലും കൂടെ ആയിരിക്കുക, ഏതെങ്കിലുമൊക്കെ ആശയങ്ങൾ ചേർന്ന് പോകുന്ന ഒരു സംഘത്തിന്റെ ഭാഗമാണെന്ന് വിചാരിക്കാതെ പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഫാൻഡം ഫീലിംഗ് തരും, ഒരു ബിലോങ്ങിങ്നെസ് ഫീലിംഗ് തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഭാരതീയരാണ്, നമ്മൾ ഏതോ ഒരു വലിയ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരാണ് എന്ന ചിന്ത യഥാർത്ഥത്തിൽ ഒരു ഭൂതകാല കുളിരായി. നമ്മൾ ജീവിച്ചിരുന്ന കാലമായിരുന്നു ഏറ്റവും സവിശേഷമായ കാലം. അതിനു മുൻപ് അതിനേക്കാൾ സവിശേഷമായ മറ്റൊരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ആളുകൾക്ക് ഒരു കുളിരുണ്ടാവും. അത്രയേ ഉള്ളൂ. ആ കുളിര് അനുഭവിപ്പിക്കുക, വരുന്ന തലമുറയിലേക്ക് അത് വ്യാപിപ്പിക്കുക എന്നത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിലൂടെ കുട്ടി നേടേണ്ട ഒരു ഗ്ലോബൽ സിറ്റിസൺഷിപ്പ്. നമുക്കറിയാം ഇന്ന് എല്ലാ തരത്തിലുള്ള ഇവിടെ വളരുന്നൊരു കുട്ടി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരു +2 കഴിയുമ്പോഴേക്കും ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ പോയി സ്വന്തമായി ജോയിൻ ചെയ്യുന്നു, പല ഗവേഷണ സ്ഥാപനങ്ങളിലേക്കും പോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള അതിരുകളും ഇല്ലാതെ ജീവിക്കുന്ന ഒരു തലമുറയോട് നമ്മൾ വീണ്ടും ഒരു ഭൂതകാല കുളിർ പങ്കുവെക്കാൻ ശ്രമിക്കുകയാണ്. ഇതിങ്ങനെ വ്യാപിക്കാൻ കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ ഭൂതകാല കുളിർ കൂടാതെ കുറയാതെ അവശേഷിച്ചിട്ടുണ്ടെന്നാണ്. ഒരു തരം ബ്രാഹ്മണത്വം നമ്മളെല്ലാവരിലും ഉണ്ട്. എന്താ പറയുക, പിന്നെ 1000 ചിറകുള്ള മനസ്സേ ദുരാചാര ഭാരത്താൽ നിനക്കെന്നും ആകാശനഷ്ടം കഷ്ടമെന്ന് ചുള്ളിക്കാട് പാടിയിട്ടുണ്ട്. ഒരു സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ ചിന്തകൾക്ക് ഒരതിരുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ചില ഭൂതകാല കുളിരിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ, ചില ദുരാചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മുടെ തലമുറയ്ക്ക് നഷ്ടപ്പെടുന്ന ഒരു ആകാശമാണ്. അവർ ഇതിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ തുടർച്ചയായിട്ട് അവർ മാറുന്നു. അത് പലതരത്തിൽ പുറത്തു വരാം. ഇത് ഇവിടെ നന്നായി ചർച്ച ചെയ്താണ്. ഞാൻ എൻ്റെ സ്ലൈഡിലും അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അത് ഭൂമി മാതാവിനെ നിങ്ങൾ ഉപദ്രവിച്ചിട്ടാണ് എന്നത് ഇത് പങ്കുവയ്ക്കപ്പെട്ടത് ഞങ്ങളുടെ അധ്യാപകരുടെ ഗ്രൂപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കപ്പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്തരത്തിലുള്ളൊരു സാമൂഹ്യ അവബോധം ഉണ്ടാവണമെന്നൊന്നുമില്ല. സയൻസ് പഠിച്ച ആളുകൾക്ക് ശാസ്ത്രാവബോധം ഇല്ലാത്ത എന്താണ് നമ്മൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യാം. അവിടേക്കാണ് നമ്മൾ ഈ ഇന്ത്യ റൂട്ടഡ്നെസ് എന്ന പേരിൽ, ഇന്ത്യ സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന പേരിൽ കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ആ ചങ്ങലകൾ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മളുടെ സമൃദ്ധമായിട്ടുള്ള ശാദ്വലമായിട്ടുള്ള ഒരു സമഭാവനയുടെ സങ്കല്പത്തിലേക്ക് നമ്മൾ പുതിയ തലമുറയെ കൈപിടിച്ച് നടത്തുകയാണ് എന്ന പേരിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആകാശത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ പല ഘട്ടങ്ങളായിട്ട് ലഘൂകരിക്കപ്പെട്ടു പോയ പ്രതിഷേധത്തിൻ്റെ
ജനാധിപത്യത്തിൻ്റെ ജ്വാലകളെ വീണ്ടും ഊതി ഉണർത്തേണ്ട സമയമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് ഈ ഇന്റർനാഷണലിസം, പാട്രിയോട്ടിസം, ദേശീയത, അന്തർദേശീയത ഈ ഡ്രാമ പല കാലങ്ങളായിട്ടുണ്ട്. ഗാന്ധിജി പറയുന്നത് നമുക്ക് ഇന്റർനാഷണൽ ആവണമെങ്കിൽ ആദ്യം ഇന്ത്യൻ ആവണം എന്നുള്ള സങ്കല്പമാണ് പുള്ളി പറയുന്നത്. പക്ഷേ ടാഗോർ പറയുന്നത് ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത് അപകടകരമാണെന്നാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ലിവ് ഫോർ ഇന്റർനാഷണലിസം ദാൻ ഡൈ ഫോർ നാഷണലിസം എന്നുള്ള വാചകവും നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ സിറ്റിസൺഷിപ്പിലേക്ക് ആളുകളെ വളർത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ ഭാവി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ദേശീയത, അത് സാംസ്കാരിക ദേശീയത കുരുങ്ങി കിടക്കണം എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് ഈ ഇന്ത്യ റൂട്ടഡ്നെസ്, ഈ വേര് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ തലച്ചോറിലാണ് വേര് ആഴ്ന്നിറങ്ങുന്നത്. നമ്മൾ തിരിച്ചറിയണം. അത് നമ്മുടെ ചിന്തകളെയാണ് പരിമിതപ്പെടുത്തുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? വേരുകളാൽ ചങ്ങലക്കിടപ്പെട്ട തലച്ചോറാണോ അതോ മനസ്സിൻ്റെ ഫ്രീഡമാണോ എന്നുള്ളതിലേക്ക് നമ്മുടെ ചർച്ചകൾ മാറേണ്ടതുണ്ട് എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെക്കാനുള്ളത്. നന്ദി, നമസ്കാരം.